പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും ചൊരിയപ്പെടുമാറാകട്ടെ. ആമീൻ. പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ അഭിനന്ദനായ ഔഗ്യൻ കുറിയാക്കോസ് മെത്രാപ്പോലീത്ത തിരുമനസ്സുകൊണ്ട് വന്നിരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠർ, ഈ തിരുവചന ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ തക്കവണ്ണം കടന്നു വന്നിരിക്കുന്ന പ്രിയ വിശ്വാസ സമൂഹമേ, ഏറെ സന്തോഷത്തോടുകൂടെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. പ്രത്യേകിച്ച് സഹോദരി സഭയായ കൽദായ സുറിയാനി സഭയുടെ ഈ 33ാമത് കൺവെൻഷനിൽ നിങ്ങളോടൊപ്പമായിരിക്കാൻ തക്കവണ്ണം ദൈവം നമ്പുരാൻ നൽകിയ ഈ വലിയ കൃപയ്ക്കായിട്ട് ദൈവത്തെ ഏറെ നന്ദിയോടുകൂടെ മഹത്വപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് ആയതിലേക്കായിട്ട് എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ടവരോടുള്ള പ്രത്യേകമായ നന്ദി ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുകയാണ്. വളരെ വേഗത്തിൽ തന്നെ ഞാൻ എൻ്റെ ചിന്തകളിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുകയാണ്. ലോക ക്രിക്കറ്റിലെ ഇതിഹാസം, ഭാരതത്തിൻ്റെ അഭിമാനപുത്രനാണ് സച്ചിൻ ടെണ്ടുൽക്കർ. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ആത്മകഥ കഴിഞ്ഞ കുറേ കാലങ്ങൾക്ക് മുമ്പ് പുറത്തിറങ്ങി. ആ പുസ്തകത്തിന്റെ പേര് ഇപ്രകാരമാണ്, പ്ലേയിങ് ഇറ്റ് മൈ വേ. ആ പുസ്തകത്തിൽ സച്ചിൻ ടെണ്ടുൽക്കർ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഓരോ ഏടുകളെയും അതിമനോഹരമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. അതിലേറ്റവും രസകരമായിട്ടുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് സച്ചിന്റെ ബാല്യ കൗമാര കാലം. പെരുമാറ്റം കൊണ്ടും പ്രകടനങ്ങൾ കൊണ്ടുമൊക്കെയാണ്. എന്നാൽ സച്ചിന്റെ ബാല്യ കൗമാരങ്ങളിൽ സച്ചിൻ അപ്രകാരം ഒരു മനുഷ്യനൊന്നുമായിരുന്നില്ല. കൂട്ടുകാരുമൊത്ത് നിരന്തരം കലഹിച്ചുകൊണ്ടിരുന്ന, എന്നും കളിക്കളങ്ങളിൽ ഓരോ കുസൃതിത്തരങ്ങൾ ഒപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കുസൃതി കുരുന്ന്. പലപ്പോഴും വൈകുന്നേരങ്ങളിൽ അദ്ദേഹം സ്കൂളിൽ നിന്ന് മടങ്ങി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ മാതാപിതാക്കൾ പരാതി പറയുവാനായിട്ട് വീട്ടിലേക്ക് വരുന്ന സാഹചര്യം പോലും ഉണ്ടായി. അങ്ങനെ പരാതികളൊക്കെ വല്ലാതെ കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം സച്ചിൻ്റെ പിതാവ് സച്ചിനെ തൻ്റെ അടുക്കൽ വിളിച്ചു നിർത്തിയിട്ട് അവനോടായിട്ട് ഇപ്രകാരം പറഞ്ഞു, സച്ചിൻ, എനിക്കറിയാം നിനക്ക് ലോകമറിയുന്ന ഒരു ക്രിക്കറ്റ് കളിക്കാരനാകുവാനായിട്ടുള്ള വലിയ ആഗ്രഹമുണ്ട്. അതിനായിട്ട് നീ വളരെയധികം പരിശ്രമിക്കുന്നുമുണ്ട്. പക്ഷെ നിൻ്റെ അപ്പൻ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നത് നീ ലോകമറിയുന്ന ഒരു ക്രിക്കറ്റ് കളിക്കാരനാകുന്നു എന്നുള്ളതല്ല, മറിച്ച് നീ നല്ലൊരു മനുഷ്യനാണെന്ന് മറ്റുള്ളവർ പറയുന്നത് കേൾക്കുവാനായിട്ടാണ്. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്, ഐ വുഡ് ബി ഹാപ്പിയർ മോർ ഹിയറിംഗ് പീപ്പിൾ സേ സച്ചിൻ ഈസ് എ ഗുഡ് ഹ്യൂമൻ ബീയിങ് ദാൻ എ ഗുഡ് ക്രിക്കറ്റർ. ബി എ ഗുഡ് ഹ്യൂമൻ ബീയിങ് ദാൻ എ ഗുഡ് ക്രിക്കറ്റർ. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധമായ നോമ്പിൻ്റെ അനുഗ്രഹീതമായ ദിവസങ്ങളിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകുമ്പോൾ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നത് മറ്റൊന്നുമല്ല, ഞാനും നിങ്ങളും കുറച്ചുകൂടെ നല്ലൊരു മനുഷ്യനായി തീരുവാൻ സാധിക്കണമെന്നുള്ളതാണ്. നാം ആയിരിക്കുന്ന ജീവിതത്തിൻ്റെ പരിസരങ്ങളിലൊക്കെ കുറച്ചുകൂടെ ഭേദപ്പെട്ടൊരു മനുഷ്യനായി തീരുവാൻ തക്കവണ്ണം നമ്മുടെ ഈ കൂടിവരവുകളും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ വചനശ്രവണവുമൊക്കെ മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ അനുഗ്രഹീതമായ സന്ധ്യയിലെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 35-ാമത്തെ തിരുവചനമാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 35-ാം തിരുവചനം. അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു, ആകയാൽ നിന്നിലുള്ള വെളിച്ചം ഇരുൾ ആകാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. ആകയാൽ നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. ആർക്കും ബുദ്ധിമുട്ടില്ലെങ്കിൽ ഈ വചനം ഒന്ന് എന്നോടൊപ്പം ഒന്ന് പറയാമോ? ആകയാൽ
നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. പ്രിയപ്പെട്ടവരെ, വെളിച്ചം ഇരുളാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇത് നമുക്ക് നേരെയുള്ള ഒരു മുന്നറിയിപ്പാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഒരു ഉപമയുടെ അവസാനമായി പറയുന്നൊരു വാക്കാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. വെളിച്ചം ഇരുളാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളുമൊക്കെ പരിശുദ്ധ സഭയിലെ അംഗങ്ങളായി തീരുന്നത് വിശുദ്ധ മാമോദീസ എന്ന് പറയുന്ന കൂദാശയിലൂടെയാണ്. അങ്ങനെയാണല്ലോ, വിശുദ്ധ മാമോദീസ എന്ന് പറയുന്ന കൂദാശ. ആ കൂദാശ നിർവഹിക്കപ്പെടുമ്പോൾ, പ്രത്യേകിച്ച് സുറിയാനി സഭയുടെ ഒരു പാരമ്പര്യം അറിയാവുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെയാണ് സുറിയാനി സഭയുടെ, യാക്കോബായ സുറിയാനി സഭയുടെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അവിടെ ഈ മാമോദീസ എന്ന് പറയുന്ന കൂദാശ നിർവഹിക്കപ്പെടുമ്പോൾ അവിടെ പുരോഹിതൻ ഒരു പൈതലിന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഇപ്രകാരമുണ്ട്: ഇതാ, ഈ പൈതലിൽ നിന്ന് അന്ധകാരത്തിന്റെ ശക്തികളെ നീക്കി ഇവനെ പ്രകാശത്തിന്റെ പുത്രനാക്കുന്നു, പുത്രിയാക്കുന്നു. ഇപ്പൊ മാമോദീസായിലൂടെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിറവേറപ്പെടുന്ന അനുഭവം എന്ന് പറയുന്നത് അവൻ പ്രകാശത്തിന്റെ പുത്രനും പുത്രിയുമായി തീരുന്ന അനുഭവമാണ്. എന്നാൽ അനുദിന ജീവിതത്തിന്റെ പാകപ്പിഴകളിലൂടെ പലപ്പോഴും ഞാനും നിങ്ങളുമൊക്കെ കടന്നു പോകുമ്പോൾ പലപ്പോഴും നമുക്ക് ലഭിച്ച ഈ വെളിച്ചം നഷ്ടമായി പോകുന്നുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സഭാവ്യത്യാസമില്ലാതെ, സമൂഹ വ്യത്യാസമില്ലാതെ സംഭവിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അനുദിന ജീവിതത്തിന്റെ പാകപ്പിഴകളുള്ള മനുഷ്യരാണ് ഞാനും നിങ്ങളുമൊക്കെ. നമുക്കൊക്കെ ഈ വെളിച്ചം നഷ്ടമായി പോകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ വെളിച്ചം എങ്ങനെ വീണ്ടെടുക്കാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും? ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ വെളിച്ചം പ്രധാനമായി നഷ്ടപ്പെട്ടു പോകുന്നത് ഒരാൾ ലോകത്തിന് മാത്രമുള്ളതാണെന്ന് ചിന്തിക്കുമ്പോൾ, അതിനനുസരിച്ച് ഒരു മനുഷ്യൻ ജീവിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ വെളിച്ചം നഷ്ടമായി പോകും. ശ്രദ്ധിക്കണേ, ഒരാൾ ലോകത്തിന് മാത്രമുള്ളതാണെന്ന് ചിന്തിക്കുമ്പോൾ, അതിനനുസരിച്ച് ജീവിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ വെളിച്ചം കെട്ടുപോകും. ഞാൻ ഓർമ്മപ്പെടുത്തി, ഒരു ഉപമയുടെ അവസാനമായി കർത്താവ് പറയുന്ന ഒരു വാക്യമാണ് ഇവിടെ പറഞ്ഞതെന്ന്. ആകയാൽ നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. അതിന്റെ ആരംഭത്തിൽ, ആ ഉപമയുടെ ആരംഭത്തിൽ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. ഇങ്ങനെയാണ് പറയുന്നത്: വിളക്ക് കത്തിച്ചിട്ട് ആരും അതിനെ പറയുടെ കീഴിലോ നിലവറയ്ക്കകത്തോ വയ്ക്കാറുണ്ടോ? മറിച്ച് വീടിന്റെ അകത്ത് വരുന്നവർക്ക് മുഴുവൻ വെളിച്ചം ലഭിക്കേണ്ടതിന് അതിനെ തണ്ടിന്മേൽ അത്രയല്ലയോ വെക്കുന്നത്? ഏറ്റവും ഒടുവിലായിട്ട് കർത്താവ് പറയുകയാണ്, ആകയാൽ നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമുക്ക് പരിചയമുള്ള രണ്ട് കാര്യങ്ങളെക്കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. ഒരു കാർഷിക സംസ്കാരവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ നമുക്ക് പരിചയമുള്ള രണ്ട് കാര്യങ്ങളെക്കുറിച്ച് കർത്താവ് ഇവിടെ പറയുന്നുണ്ട്. ഏതൊക്കെയാ അത്? രണ്ട് വസ്തുക്കളെ കാണിച്ചു. ക്രിസ്തു പറഞ്ഞു, വിളക്ക് കത്തിച്ചിട്ട് ആരും അതിനെ എവിടെ വെക്കുവോന്ന് ചോദിച്ചേ? പറയുടെ കീഴിലോ നിലവറയ്ക്കകത്തോ വയ്ക്കാറുണ്ട്. ഈ പറ, നിലവറ എന്നൊക്കെ പറയുന്ന ഒരു കാർഷിക സംസ്കാരവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ പറ എന്ന് പറയുന്നത് എന്തിനുപയോഗിക്കുന്നതാ? എന്തിനുപയോഗിക്കുന്ന? അത് ധാന്യം അളക്കാൻ ഉപയോഗിക്കുന്നതാ. നിലവറയോ ധാന്യം സൂക്ഷിക്കാനായിട്ട്. അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഏറെ അളക്കാനുണ്ടെങ്കിൽ അവന് ഏറെ സൂക്ഷിക്കാനുണ്ട്. അതിൻ്റെ അർത്ഥം ആ മനുഷ്യൻ എങ്ങനെയുള്ളൊരു മനുഷ്യനാണെന്നാ? ഏറെ അളക്കാനും ഏറെ സൂക്ഷിക്കാനുമുള്ള മനുഷ്യൻ എങ്ങനെയാ? ധനവാനാണോ പാവപ്പെട്ടവനാണോ? എങ്ങനെയാ? ധനവാനായ മനുഷ്യനാ. ഇവിടെ ക്രിസ്തു പറയുകയാണ്, നിന്റെ വിളക്ക് പറയുടെ കീഴിലോ നിലവറയ്ക്കകത്തോ ആയിപ്പോകരുത്. അതായത് നിന്റെ ദൈവ ചൈതന്യത്തെ കെടുത്തിക്കളയുന്നതാകരുത് ഈ ലോകത്തിലുള്ള യാതൊന്നും. ഈ ലോകത്തിലുള്ള യാതൊന്നും നിന്റെ ദൈവ ചൈതന്യത്തെ കെടുത്തിക്കളയരുത്. ഇന്ന് സംഭവിക്കുന്നത്, ലോകവും ലോകത്തിലുള്ള പലതും നമ്മുടെ ദൈവ ചൈതന്യത്തെ കെടുത്തിക്കളയുന്ന അനുഭവം ഉണ്ടാകുന്നുണ്ട്. പഴയ നിയമ പ്രവചന ഗ്രന്ഥങ്ങൾ നാം പരിശോധിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നാം അവിടെ കാണുന്നുണ്ട് സത്യദൈവത്തെ മറന്ന് മറ്റ് ദൈവങ്ങളുടെ പിന്നാലെ പോകുന്ന ഇസ്രയേൽ ജനം. ഇസ്രയേൽ ജനത്തിൻ്റെ അടുക്കലേക്ക് പ്രവാചകന്മാർ കടന്നു വന്നിട്ട് പ്രവാചകന്മാർ അവരോട് പറയുകയാണ്, നിങ്ങൾ സത്യദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണം, ഇല്ലെങ്കിൽ
നിങ്ങൾക്ക് വലിയ തിരിച്ചടികൾ ഉണ്ടാകും, വലിയ പരാജയങ്ങൾ ഉണ്ടാകും. അങ്ങനെ പ്രവാചകന്മാർ വന്ന് പറയുന്ന ശാസനകളും മുന്നറിയിപ്പുകളും ഒക്കെയാണ് നമ്മൾ പഴയ നിയമ പ്രവചന ഗ്രന്ഥങ്ങളിൽ കാണുന്നത്. ഇന്ന് പുതിയ നിയമ ഇസ്രായേലായ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതും പ്രിയപ്പെട്ടവരെ ഇതിന് സമാനമായ ചില അനുഭവങ്ങളാണ്. സത്യദൈവത്തെ മറന്ന് ഞാനും നിങ്ങളും ഇന്ന് പലപ്പോഴും ഈ പഴയ നിയമ കാലഘട്ടത്തിൽ ബാലും അശേരയും ഒക്കെ ആയിരുന്നു അവരുടെ ദൈവമെങ്കിൽ, ഇന്ന് നാം നമ്മുടെ ജീവിതത്തിൽ ചില വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രികാലം ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്, പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്, നാം അപ്രകാരം നമ്മുടെ ജീവിതത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ചില വിഗ്രഹങ്ങളെ കുറിച്ചാണ്. പ്രിയപ്പെട്ടവരെ, ഒന്നാമതായി ഞാൻ എൻ്റെ ചിന്ത പങ്കുവെക്കട്ടെ. ഒന്നാമതായി ഇന്ന് മനുഷ്യന്റെ ജീവിതത്തിൽ മനുഷ്യൻ പ്രതിഷ്ഠിച്ചിരിക്കുന്ന വിഗ്രഹം എന്നുള്ളത് ഭൗതികവാദം. എന്നതാ ഭൗതികവാദം. എന്താ ഈ ഭൗതികവാദം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഭൗതികത മാത്രമാണ് എല്ലാം എന്നുള്ള ചിന്ത, നേടാനും വെട്ടിപ്പിടിക്കുവാനുമായിട്ടുള്ള അദമ്യമായ ആഗ്രഹം, അതിന് ഏത് തലങ്ങളിലെ പിന്നാലെ പോകാനും മനുഷ്യൻ ഇന്ന് മടിയില്ല. കഴിഞ്ഞ കുറേ കാലങ്ങൾക്ക് മുമ്പ് നിങ്ങളൊക്കെ ഒരുപക്ഷെ ശ്രദ്ധിച്ചൊരു സംഭവമായിരിക്കും. പത്തനംതിട്ട ജില്ലയിൽ ഇലന്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന ഒരു നരബലി നിങ്ങളുടെയൊക്കെ ഓർമ്മകളിൽ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പ്രിയപ്പെട്ടവരെ, ആ നരബലി നടത്തിയ ആളുകളെ പോലീസുകാർ ചോദ്യം ചെയ്തപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ നരബലി നടത്തിയത്? അതിനവർ പറഞ്ഞ മറുപടി ഇങ്ങനെയാ, ഐശ്വര്യം വരാൻ വേണ്ടിയിട്ട്. എന്തിനാ? ഐശ്വര്യം വരാൻ വേണ്ടിയിട്ട്. പ്രിയപ്പെട്ടവർ, അവരെത്ര ക്രൂരമായിട്ടാണ് കൃത്യം നിർവഹിച്ചതെന്ന് തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ പത്രങ്ങളിൽ വന്നിരുന്നു. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന അമ്മമാര്, സഹോദരിമാര്, നിങ്ങൾ ഈ നോമ്പൊക്കെ കഴിയുമ്പോൾ മീൻ മറക്കും. ഈ മീൻ മറക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഈ മസാലയൊക്കെ മീനിൻ്റെ അകത്തേക്ക് നല്ല രീതിയിൽ കയറാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യും. മീൻ വെട്ടുമ്പോൾ എന്നാ ചെയ്യുന്നേ? ആ മീനിൻ്റെ ബോഡിയിൽ ഇങ്ങനെ മുറിവുകൾ ഉണ്ടാക്കി വെച്ചിട്ട് ആ മുറിവിലേക്കാണ് നമ്മൾ മുളക് പൊടി തേച്ച് പിടിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നരബലി നടത്തിയ ആളുകൾ ചെയ്തത് മനുഷ്യ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കി, എന്നിട്ട് ആ മുറിവുകളിലേക്ക് പ്രിയപ്പെട്ടവരെ മുളക് പൊടി തേച്ച് പിടിപ്പിച്ചു. അതിനെക്കുറിച്ച് അവർ പറഞ്ഞത് എന്താണെന്നറിയാമോ? നരബലി അർപ്പിക്കുന്ന ആളുകൾക്ക് കൂടുതൽ വേദനിച്ചെങ്കിൽ മാത്രമേ കൂടുതൽ ഐശ്വര്യം ഉണ്ടാകത്തുള്ളൂ. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, തൻ്റെ സമസൃഷ്ടത്തിൻ്റെ വേദന തനിക്കൊരു അനുഗ്രഹത്തിന്, തനിക്കൊരു ഐശ്വര്യത്തിന് മുഖാന്തരമായി തീരുമെങ്കിൽ എന്ത് ക്രൂരത പ്രവർത്തിക്കാനും മനുഷ്യന് മടിയില്ല. ഇതാണ് ഈ ഭൗതികതയിൽ അഭിരമിക്കുന്ന മനുഷ്യ ജീവിതത്തിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ ഭൗതികതയിൽ അഭിരമിക്കുന്ന ജീവിതം, ഞാനൊരു ഭൗതികനായ മനുഷ്യനാണോ എന്ന് ഇന്ന് രാത്രികാലം നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കണമെങ്കിൽ പ്രിയപ്പെട്ടവർ ഒരു കാര്യം കൂടെ ചിന്തിക്കണം. തൃപ്തിയില്ലായ്മ മനുഷ്യന്റെ ജീവിതത്തിൽ ഇന്ന് നാം കാണുന്ന, എൻ്റെ ജീവിതം ഭൗതികതയിലുള്ളൊരു ജീവിതമാണോ എന്ന് തിരിച്ചറിയാനായിട്ട് ഒറ്റക്കാര്യം നോക്കിയാൽ മതി. എൻ്റെ ജീവിതത്തിന് തൃപ്തിയുണ്ടോ? തൃപ്തിയില്ലായ്മ എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഞാൻ ഭൗതികനായൊരു മനുഷ്യനാണ്. തൃപ്തിയില്ലാത്ത മനുഷ്യൻ്റെ ജീവിതത്തിന് എന്ത് സംഭവിക്കുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് നാം കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 13-ാം അധ്യായത്തിലാണ്. ഉൽപ്പത്തി 12-ാം അധ്യായം എന്ന് പറയുന്നത് നമുക്കറിയാം, ദൈവം തമ്പുരാൻ ഒരു മനുഷ്യനെ തൻ്റെ നിയോഗത്തിന് വേണ്ടി വിളിച്ച് അടുപ്പിക്കുന്നതാണ്. അബ്രഹാം എന്ന് പറയുന്ന ഒരു മനുഷ്യനെ തൻ്റെ നിയോഗത്തിനായി വിളിച്ച് അടുപ്പിക്കുന്നു. അവനെ വിളിച്ചടുപ്പിച്ചു. അവനോട് പറഞ്ഞു, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോകണം. അങ്ങനെ ദൈവം പറഞ്ഞത് കേട്ട് അബ്രഹാം ഇറങ്ങി പുറപ്പെട്ടു. അവനോടൊപ്പം ഒരു മനുഷ്യൻ കൂടെ ആ യാത്രയിൽ ഉണ്ടായിരുന്നു. ആരായിരുന്നത്? അവൻ്റെ സഹോദരപുത്രനായ ലോത്ത്. അവർ രണ്ടുപേരും കൂടെ യാത്ര ആരംഭിച്ചു. പ്രിയപ്പെട്ടവരെ, യാത്ര ആരംഭിക്കുമ്പോൾ അവരുടെ കൈവശം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ യാത്രക്കിടയിൽ സ്വർഗത്തിലെ ദൈവം അവരെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിച്ചു. വർദ്ധിച്ച ആടുമാടുകളും കന്നുകാലികളും ധനസമ്പത്തും ഒക്കെയുള്ള ഒരു സമൂഹമായിട്ട് അവർ മാറുന്നുണ്ട്. അങ്ങനെ മാറിക്കഴിയുമ്പോൾ അബ്രഹാമിൻ്റെ ഇടയന്മാരും ലോത്തിൻ്റെ ഇടയന്മാരും തമ്മിൽ തർക്കമുണ്ടായി. പിന്നെ തർക്കമുണ്ടായി കഴിഞ്ഞപ്പോൾ അബ്രഹാം തൻ്റെ സഹോദരപുത്രനായ ലോത്തിൻ്റെ അടുക്ക ചെന്നിട്ട് പറഞ്ഞു, ലോത്തെ സഹോദര, നമ്മൾ സഹോദരങ്ങളാണ്, നമുക്കിടെ ഒരു പ്രശ്നം ഉണ്ടാകാനായിട്ട് പാടില്ല. അതുകൊണ്ട് നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം, നീ വലത്തോട്ടെങ്കിൽ
ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം, അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. ഞാൻ പറയുന്ന ലോകത്ത് ഇന്ന് വരെ ഭാഗം വെപ്പ് നടത്തിയതിൽ ഏറ്റവും വലിയ മടയത്തരം കാണിച്ച മനുഷ്യനാണ് അബ്രഹാം. കാരണം ഇങ്ങനൊരു ഓഫർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം തീർച്ചയായിട്ടും ലോത്തെന്ന് പറയുന്ന മനുഷ്യൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലം ഏതായിരിക്കുമെന്ന്. അവൻ നോക്കി, അവൻ കണ്ടു യോർദാൻ്റെ സമതല പ്രദേശങ്ങൾ, നല്ല നീരോട്ടമുള്ള സ്ഥലമാണ്. താൻ തിരഞ്ഞെടുക്കുവാൻ പോകുന്ന സ്ഥലത്തെക്കുറിച്ച് ഒരു സംശയവും അവനുണ്ടായിരുന്നില്ല. അവൻ യോർദാൻ്റെ സമതല പ്രദേശങ്ങളൊക്കെ സ്വന്തമാക്കി. പാപം അബ്രഹാമിന് ലഭിച്ചത് വെറും തരിശ് നിലമാണ്. ഇവിടെ ഒരു ചോദ്യമുണ്ട്, ഇപ്പോൾ എല്ലാ സമൃദ്ധിയും ആരുടെ കൈവശമാണ് ആയിരിക്കുന്നത്? ആരുടെ കൈവശമാണ്? ലോത്തിൻ്റെ കൈവശമായിരിക്കുന്നത്. അപ്പോൾ അവൻ ഉണ്ടാകേണ്ട മനോഭാവം എന്തായിരിക്കണം? തൃപ്തിയുടെ മനോഭാവമാണോ തൃപ്തി ഇല്ലായ്മയുടെ മനോഭാവമാണോ ഉണ്ടാകണ്ടേ? ഏത് മനോഭാവം ഉണ്ടാകണ്ടേ? തൃപ്തിയുടെ മനോഭാവമാണ് ഉണ്ടാകണ്ടേ. പക്ഷെ ഉൽപ്പത്തി 13:12 വളരെ വ്യക്തമായിട്ട് ആ മനുഷ്യൻ്റെ മനോഭാവം വെളിപ്പെടുത്തുന്നുണ്ട്. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: അബ്രാം കനാൻ ദേശത്ത് പാർത്തു, ലോത്ത് ആ പ്രദേശങ്ങളിലെ പട്ടണങ്ങളിൽ പാർത്തു, സോദോം വരെ കൂടാരം നീക്കി അടിച്ചു. അബ്രാം കനാൻ ദേശത്ത് പാർത്തു, ലോത്ത് ആ പ്രദേശങ്ങളിലെ പട്ടണങ്ങളിൽ പാർത്തു, സോദോം വരെ തൻ്റെ കൂടാരം എന്ത് ചെയ്തു? നീക്കി അടിച്ചു. നമുക്കറിയാം, നീക്കി അടിച്ചു എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കാം, ഒരുപക്ഷെ ഈ ഭാഗം വെച്ചപ്പോൾ അളവിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായപ്പോൾ ഒന്ന് നീക്കി വെച്ചതായിരിക്കുമെന്ന്. പക്ഷെ നീക്കി എന്ന് പറയുന്ന വാക്ക് വ്യക്തമാക്കുന്ന ഒരു സൂചനയുണ്ട്. എന്താ സൂചന? ലഭിച്ചതായ ഈ സമ്പത്തിലൊന്നും ആ മനുഷ്യൻ്റെ ജീവിതം തൃപ്തമാകുന്നില്ല. അതുകൊണ്ടാണ് തൻ്റെ കൂടാരം നീക്കി അടിച്ചുകൊണ്ടിരുന്നത്. നീക്കി അടിച്ച് അവൻ എവിടെ എത്തിയേ? സോദോമിൽ എത്തിച്ചേർന്നു. പ്രിയപ്പെട്ടവരെ, ഈ സോദോം എന്ന് പറയുന്ന ദേശത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളതിന് ചരിത്രം സാക്ഷിയാണ്, കാലം സാക്ഷിയാണ്, ഞാനും നിങ്ങളും സാക്ഷിയാണ്. ഇന്നും വിശുദ്ധനാട് എന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക് നമ്മൾ യാത്ര നടത്തിയാൽ പ്രിയപ്പെട്ടവരെ, ഈ സോദോം എന്ന് പറയുന്ന സ്ഥലം എന്താണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏതാ സ്ഥലം എന്നറിയാമോ? സോദോം ഇന്ന് ഏത് സ്ഥലമാണെന്നറിയാമോ? സോദോം എന്ന് പ്രിയപ്പെട്ടവരെ ഡെഡ് സീ, ചാവുകടൽ. എന്താ ചാവുകടലിൻ്റെ പ്രത്യേകത? നമുക്കറിയാം, സാധാരണ ഒരു കടലിനെ സംബന്ധിച്ചിടത്തോളം അത് ജലജീവികൾ കൊണ്ട്, മത്സ്യസമ്പത്ത് കൊണ്ട് സമ്പന്നമാണെങ്കിൽ, ചാവുകടലിൻ്റെ പ്രത്യേകത ജീവന്റെ സാന്നിധ്യമില്ലാത്ത കടലാണ് ചാവുകടൽ. ജീവന്റെ സാന്നിധ്യമില്ല. അതായത് പ്രിയപ്പെട്ടവരെ, ജീവന്റെ സാന്നിധ്യമില്ലാത്ത ഒരിടമായിട്ട് സോദോം എന്ന് പറയുന്ന സ്ഥലം മാറ്റപ്പെട്ടു. അതായത് സൂചിപ്പിക്കുന്നത് ഭൗതികതയിൽ മുൻനിർത്തി തൻ്റെ ജീവിതം മുൻപോട്ട് നയിച്ച ലോത്ത് എന്ന് പറയുന്ന മനുഷ്യന്റെ ജീവിതം ഏതനുഭവത്തിലെത്തി? ജീവനില്ലാത്ത അനുഭവത്തിലെത്തി. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളും പലപ്പോഴും പല ആളുകളെ കാണാറുണ്ട്. പല ആളുകളെ എല്ലാ അനുഗ്രഹങ്ങളുമുണ്ട്, എല്ലാ സമൃദ്ധിയുമുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും ഒന്ന് ചിരിക്കാൻ, ഒന്ന് സന്തോഷിക്കാൻ, ഒന്ന് സന്തോഷത്തോടുകൂടെ മറ്റുള്ളവരോട് ഇടപെടാൻ സാധിക്കാതെ പ്രയാസപ്പെട്ട് കാർമേഘാവൃതമായ മുഖങ്ങളുമായി ജീവിക്കുന്ന പല ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ജീവിതങ്ങളിലൊക്കെ പിന്നാമ്പുറങ്ങളിലേക്ക് ഒരു എത്തിനോട്ടം നാം നടത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന അവരുടെ എല്ലാം ജീവിതങ്ങളിൽ ഭൗതികതയെ മുൻനിർത്തിയുള്ള ഒരു ജീവിത ശൈലി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ ജീവിതത്തിൻ്റെ വെളിച്ചം നഷ്ടമായി പോകുന്നത് ഞാൻ ഭൗതികതയെ മുൻനിർത്തി മുൻപോട്ട് പോകുമ്പോഴാണ്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഭൗതികതയുണ്ടോ? തമ്പുരാനേക്കാൾ ഉപരിയായി ഞാൻ ഈ ലോകത്തിനും ലോകത്തിലുള്ള പലതിനും പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിൻ്റെ വെളിച്ചം നഷ്ടമായി പോകും. ഒന്നാമത്തെ വിഗ്രഹം എന്ന് പറയുന്നത് ഭൗതികവാദം എന്നുള്ളതാണ്. രണ്ടാമത്, ഇന്ന് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ചൈതന്യം കെട്ടുപോകുന്ന മറ്റൊരു മേഖല പ്രിയപ്പെട്ടവരെ, അത് ആർഭാടവും ധൂർത്തും സുഖലോലുപതയും ഒക്കെയാണ്. നമുക്കറിയാം, ഒരു മാലയിലെ മുത്തുപോലെ നമുക്ക് കോർത്തിടാവുന്ന വാക്കുകളാണ് ഞാൻ പറഞ്ഞ ഈ വാക്കുകൾ. ആർഭാടം, ധൂർത്ത്, സുഖലോലുപത. ഇന്നത്തെ നമ്മുടെ തലമുറ പലപ്പോഴും ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ജീവിതമെന്ന് പറഞ്ഞാൽ സുഖിക്കുവാനായിട്ടുള്ള ഒന്നാണ്.
നമ്മുടെ കുഞ്ഞുങ്ങളോട് ചോദിക്കണം, ജീവിതം എന്ന് പറഞ്ഞാൽ എന്തിനുള്ളതാണ്? അവർ ഒരു കമ്പനി കൂട്ടായ്മയിലൊക്കെ, ഒരു കൂട്ടായ്മയിലൊക്കെ ആണെങ്കിൽ ജീവിതത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവർ പറയുന്ന മറുപടി, ജീവിതം എന്തിനുള്ളതാണെന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി എന്തായിരിക്കും പറയുന്നത്? ആ അടിച്ചു പൊളിക്കാനായിട്ടുള്ളതാണ്. ഈറ്റ്, ഡ്രിങ്ക് ആൻഡ് ബി മെറി, ദെയർ ഇസ് നോ ടുമോറോ. തിന്നുക, കുടിക്കുക, ആഹ്ലാദിക്കുക, ഇനി നാളെ എന്നൊരു ദിവസമില്ല. ഈ ചിന്തയോടുകൂടെ ജീവിക്കുന്ന ധാരാളം ആളുകൾ ഇന്നത്തെ തലമുറയിൽ വർദ്ധിച്ചു വരുന്നു. പലപ്പോഴും ഇതുകൊണ്ട് സംഭവിക്കുന്ന ഒരു വലിയ ദുരന്തമുണ്ട്. ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനായിട്ടുള്ളൊരു കാരണമായി പലപ്പോഴും ഈ ആർഭാടവും ധൂർത്തും സുഖലോലുപതയും ഒക്കെ മാറിപ്പോകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രത്യേകിച്ച് പത്രങ്ങളൊക്കെ തുറന്ന ഓരോ ദിവസവും നാം വായിക്കുമ്പോൾ ഈ ഉത്തരവാദിത്ത ബോധത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് വൃദ്ധരായ മാതാപിതാക്കളോടുള്ള ബന്ധങ്ങളിലൊക്കെ ഉണ്ടാകുന്ന വീഴ്ചകളെക്കുറിച്ച് നമ്മൾ ഓരോ ദിവസവും വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വായിച്ചൊരു സംഭവം ഓർക്കുകയാണ്. ഒരു വൃദ്ധയായ ഒരു അമ്മ ഒരു വീട്ടിൽ തനിച്ച് താമസിക്കുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ അമ്മയെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അയൽ വീട്ടിലുള്ള ആളുകളെല്ലാം ഈ അമ്മയെ തേടി ഈ വീട്ടിലേക്ക് വന്നു. വീടിൻ്റെ മുൻവശത്തെ വാതിലിൽ മുട്ടി വിളിച്ചു, അനക്കമൊന്നുമില്ല. പിൻവശത്തെ വാതിക്കലെത്തി വാതിലിൽ മുട്ടിയപ്പോഴേ വാതിൽ തുറന്നുപോയി. അകത്ത് മുറികളിലെല്ലാം പോയി അമ്മയെ അവർ പരിശോധിച്ചു, എങ്ങും അമ്മയെ കാണുന്നില്ല. അങ്ങനെ നിരാശരായി വീടിൻ്റെ പുറത്തിറങ്ങി തിരികെ പോകാനായിട്ടൊരുങ്ങുമ്പോൾ വന്ന ആളുകളിൽ ആരോ ഒരാൾ പറഞ്ഞു, അമ്മ പലപ്പോഴും വീടിൻ്റെ പുറകുവശത്തുള്ള ഒരു ഷെഡിലിരിക്കുന്നത് കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് അവിടം വരെ ഒന്ന് പോയി നോക്കാം. അങ്ങനെ വന്ന ആളുകളെല്ലാം ഈ ഷെഡിലേക്ക് നടന്നു നീങ്ങുകയാണ്. പ്രിയപ്പെട്ടവർ, അവരിങ്ങനെ നടന്നു പോകുമ്പോൾ അങ്ങകലെ അവർക്ക് ഷെഡ് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഷെഡിൽ ഒരു കസേരയിൽ ഈ അമ്മ ഒരു നൈറ്റിയൊക്കെ ഇട്ടിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ സന്തോഷത്തോടുകൂടെ ഇവർ ഈ അമ്മയുടെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, അമ്മയുടെ ശരീരത്തിലൂടെ ഉറുമ്പുകൾ അരിച്ചരിച്ച് ഇറങ്ങുകയാണ്. മരിച്ച് അവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. പ്രിയപ്പെട്ടവരെ, അയൽ വീട്ടിലുള്ള ആളുകൾക്ക് 2-3 ദിവസമായിട്ട് ഈ അമ്മയെ കാണാതെ വന്നപ്പോൾ ഒന്ന് അന്വേഷിക്കണമെന്നുള്ളതായ ഒരു മാനുഷിക പരിഗണന ഉണ്ടായി, ഒരു മാനുഷിക ചിന്തയുണ്ടായി. മനസ്സിലാക്കേണ്ടത്, 2 മക്കൾ സ്വന്തമായിട്ടുള്ള ഈ അമ്മയെക്കുറിച്ച് ഈ മക്കൾ 2 ദിനമായിട്ടും ഒന്ന് ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ് മൃതശരീരം കണ്ടെത്തി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് നാട്ടുകാർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു. പോലീസുകാരെ വിവരമറിയിച്ചു. പോലീസുകാർ വന്ന് ഈ മൃതശരീരമൊക്കെ ഏറ്റെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ പോയി പോസ്റ്റ്മോർട്ടമൊക്കെ നടത്തി മക്കളെ ഫോണിൽ വിളിച്ച് വിവരമറിയിച്ചു. നിങ്ങളുടെ അമ്മയുടെ ശരീരം ഉറുമ്പരിച്ച നിലയിൽ കണ്ടുകിട്ടിയിട്ടുണ്ട്, എത്രയും വേഗം നാട്ടിലേക്ക് മടങ്ങി വരണം. പ്രിയപ്പെട്ടവരെ, മറുതലയ്ക്കിൽ നിന്നുണ്ടായ മറുപടി അത്ര ശുഭകരമായ മറുപടി ഒന്നും ആയിരുന്നില്ല. പോലീസുകാർ സ്വതസിദ്ധമായ ശൈലിയിലൊക്കെ ചില വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നാട്ടിൽ വരാൻ തയ്യാറായത്. പ്രിയപ്പെട്ടവർ, ഈ സംഭവത്തെക്കുറിച്ച് പത്രങ്ങളിലൊക്കെ വാർത്ത വന്നിരുന്നു. ഇപ്പോൾ ഒരു ചെറുപ്പക്കാരൻ പത്രത്തിൽ വന്ന ഈ വാർത്തയുടെ ഒരു ഫോട്ടോ എടുത്തു, എന്നിട്ട് അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. ആ പോസ്റ്റ് ചെയ്തതിൻ്റെ താഴെ ധാരാളം കമൻസുകൾ വന്നു. ഈ മക്കളെ കുറ്റപ്പെടുത്തിയും പഴി പറഞ്ഞുമൊക്കെ ധാരാളം കമൻസ് അതിൽ വന്നു. അതിൽ ഒരു ചെറുപ്പക്കാരൻ കുറിച്ച് ഒരു വരി ഇങ്ങനെ ഉണ്ടായിരുന്നു, ഏറെ ചിന്തോദീപകമായ ഒരു വരി. അതിങ്ങനെയായിരുന്നു: അമ്മയ്ക്കിത്ര മധുരമുണ്ടെന്ന് ഉറുമ്പിന് മനസ്സിലായി, മക്കൾ തിരിച്ചറിയാതെ പോയ യാഥാർത്ഥ്യം. അമ്മയ്ക്കിത്ര മധുരമുണ്ടെന്ന് ആർക്ക് മനസ്സിലായി? ഉറുമ്പിന് മനസ്സിലായി, മക്കൾ തിരിച്ചറിയാതെ പോയ യാഥാർത്ഥ്യം. പ്രിയപ്പെട്ടവരെ, അമ്മയുടെ മാധുര്യമറിയാത്ത, സ്നേഹത്തിൻ്റെ മാധുര്യമറിയാത്ത, അപ്പൻ തൻ്റെ മക്കൾക്ക് വേണ്ടി താണ്ടുന്ന സഹനത്തിൻ്റെ തീച്ചൂളയുടെ കാഠിന്യം തിരിച്ചറിയാത്ത മക്കളുടെ കാലമാണിത്. ഞാൻ പറഞ്ഞു, ആർഭാടവും ധൂർത്തും സുഖലോലുപതയുമായി ജീവിക്കുന്ന ഒരു തലമുറയിലാണ് നാം ജീവിക്കുന്നത്. ഞാൻ വായിച്ചൊരു ലേഖനം പറയുന്നത് ഇപ്രകാരമാണ്: ഇന്ന് ഏറ്റവും കൂടുതൽ പണം സമ്പാദിക്കുന്നത് 24 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള ചെറുപ്പക്കാരാണ്. ഏറ്റവും കൂടുതൽ പണം സമ്പാദിക്കുന്നത് എത്ര വയസ്സ് വരെയുള്ളവരാ? 24 മുതൽ 36 വരെ. അവർക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ
80% പൈസ അവർ ചെലവാക്കുകയാണ്. 15% ആളുകളൊക്കെ മാസത്തിന്റെ പകുതിയാകുമ്പോൾ പോക്കറ്റ് കാലിയാകുന്ന അനുഭവത്തിലേക്ക് എത്തിച്ചേരും. ഈ പണമൊക്കെ എവിടെയാണ് പോകുന്നത്? വല്ല ചിന്തയുണ്ടോ? നമുക്കുമുണ്ടല്ലോ ഈ പ്രായത്തിലുള്ള മക്കളൊക്കെ. പ്രിയപ്പെട്ടവരെ, അവരുടെയൊക്കെ ഒന്ന് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കണം. ഈ പണം കൂടുതലും പോകുന്നത് ഷോപ്പിംഗ് മാളുകളിലേക്കാണ്, ഫുഡ് കോർട്ടുകളിലേക്കാണ്. ധാരാളം പണം നമ്മുടെ കുഞ്ഞുങ്ങളെന്ന് ചെലവാക്കിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ എല്ലാം കാരണക്കാർ ഒരു പരിധിവരെ ഞാൻ പറയും അത് മാതാപിതാക്കൾ കൂടെയാണ്. ഈ 2-3 വർഷങ്ങൾക്ക് മുമ്പ് ലോകം മുഴുവൻ നിശ്ചലമായ ഒരു സന്ദർഭമുണ്ടായിരുന്നു, കോവിഡ് എന്ന് പറയുന്ന മഹാമാരി. ആ കാലഘട്ടം ഇങ്ങനെയൊരു സ്വഭാവം മനുഷ്യനിൽ രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം കോവിഡ് കാലം എന്ന് പറയുന്നത് പാവപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം ഫാസ്റ്റിംഗ് ഡേയ്സ് ആയിരുന്നു. പണമുള്ളവനെ സംബന്ധിച്ചിടത്തോളം അത് ഫീസ്റ്റ് ഡേയ്സ് ആയിരുന്നു. ആ വാക്കിൻ്റെ വ്യത്യാസം മനസ്സിലായല്ലോ. പാവപ്പെട്ടവന് ഫാസ്റ്റിംഗ് ഡേയ്സ് ആയിരുന്നു, പണമുള്ളവൻ അത് ഫീസ്റ്റ് ഡേയ്സ് ആയിരുന്നു, ആഘോഷത്തിൻ്റെ ദിവസങ്ങളായിരുന്നു. അന്ന് അപ്പനും അമ്മയും മക്കളും എല്ലാവരും കൂടെ വീട്ടിലിരിക്കുമ്പോൾ നമ്മളെല്ലാം ചെയ്തൊരു കാര്യമുണ്ട്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എല്ലാവരും ഒരുമിച്ചിരുന്ന് വർത്താനം പറയുക, TV കാണുക, അല്ലേ? അതുപോലെ തന്നെ സുഖമായിട്ട് കിടന്നുറങ്ങുക. ഇത് മാത്രമായിരുന്നു കോവിഡ് കാലത്തെ പരിപാടി. അയൽ വീട്ടിലുള്ള ആൾക്കാരൊന്ന് തുമ്മിക്കഴിഞ്ഞാൽ, ചുമച്ചു കഴിഞ്ഞാൽ പിന്നെ ആകപ്പാടെ ടെൻഷനായി. പിന്നെ ആ പരിസരത്തോട്ട് പോലും ആരും നോക്കത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു കോവിഡ് കാലം. ആ കാലത്ത് അപ്പനും അമ്മയും മക്കളും ഒക്കെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ അടുക്കള ജോലി ചെയ്യാനായിട്ട് സമയമൊന്നുമില്ല. അപ്പോൾ എന്തു ചെയ്യും? അപ്പോൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഉച്ചയ്ക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമാകുമ്പോഴത്തേക്കും ഉടനെ തന്നെ മൊബൈൽ ഫോൺ എടുക്കും. മൊബൈൽ ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ എടുക്കും. എന്ന് വെച്ചിട്ട് ആ ഓറഞ്ച് ടീഷർട്ട് ഇട്ട ചേട്ടന്മാരെ നമ്മൾ ബുക്ക് ചെയ്യും. ഓറഞ്ച് ടീഷർട്ട് ഇട്ട ചേട്ടന്മാർ. അത് ഇവിടെ തൃശ്ശൂരൊന്നും അത്ര ഞാനത് പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഞങ്ങളുടെയൊക്കെ സ്ഥലം, ഞാൻ കോട്ടയത്ത് മണർകാട് എന്ന് പറയുന്ന സ്ഥലത്തിന് അവിടെ നിന്നൊരു 10 കിലോമീറ്റർ അകലെയാണ് എൻ്റെ വീട്. വളരെ ഒരു റിമോട്ട്, ഒരു ഗ്രാമം, വളരെ വളരെ ഇടുങ്ങിയ ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് ഈ നാളുകളിലാണ് ഞങ്ങളുടെ നാട്ടിലൂടെ ഒരു 3-4 ബസ് പോലും വരാനായിട്ട് തുടങ്ങിയത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഏകദേശം എൻ്റെ നാടിൻ്റെ അവസ്ഥ എന്താണെന്നും. ആ നാട്ടിലെന്നും ഈ ഓറഞ്ച് ടീഷർട്ടുകാർ ഈ കോവിഡിന് മുമ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് ഞാൻ ഉച്ചയായപ്പോൾ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോരുന്ന സമയത്ത് ഞാൻ കണ്ടു ഈ ഓറഞ്ച് ടീഷർട്ട് ഇട്ട ആൾക്കാർ ഞാൻ താമസിക്കുന്ന പ്രദേശത്തൂടെ ബൈക്കിൽ ഇങ്ങനെ പോകുന്നത്. പ്രിയപ്പെട്ടവർ, എന്താ സംഭവിച്ചേ? ഭക്ഷണമൊക്കെ മേടിച്ച് കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞു വന്ന മറ്റൊന്നുമല്ല. ഈ ഭക്ഷണമൊക്കെ മേടിച്ച് നമ്മളങ്ങ് കഴിച്ചു. അത് കഴിഞ്ഞ് കോവിഡൊക്കെ കഴിഞ്ഞു, മക്കളൊക്കെ ജോലി സ്ഥലത്തേക്ക് പോയി, അപ്പനും അമ്മയൊക്കെ വീട്ടിൽ ഇരിക്കാൻ തുടങ്ങി. പക്ഷേ ഇപ്പോൾ നമുക്ക് വീട്ടിലെ ഭക്ഷണത്തിൻ്റെ രുചി പിടിക്കുന്നില്ല. പിടിക്കുന്നത് സൊമാറ്റോക്കാരൻ തരുന്നതും സ്വിഗ്ഗിക്കാരൻ തരുന്ന ഭക്ഷണത്തിൻ്റെ രുചി മാത്രമേ പിടിക്കുന്നുള്ളൂ. അതാ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന. പണം ധാരാളം അങ്ങനെ ചിലവഴിക്കുന്നു. ഞാനിങ്ങനെ ചിന്തിക്കുക, ഈ ആമസോണിൻ്റെയും ഫ്ലിപ്കാർട്ടിൻ്റെയും ആൾക്കാർ പോകാത്ത വഴികൾ ഇന്ന് നമ്മുടെ കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഞാനിങ്ങനെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഈ കൈതത്തോട്ടത്തിൽ കൂടെയൊക്കെ, ഞങ്ങളുടെ എവിടെയൊക്കെ കൂടുതൽ കൈതയാണ്, റബ്ബറും കൈതയാണ് കൂടുതൽ. ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ പലപ്പോഴും കൈതത്തോട്ടത്തിൽ കൂടെ, റബ്ബർ തോട്ടത്തിൽ കൂടെയൊക്കെ വണ്ടി പോലും പോകാത്ത വഴിയാണ്. ഈ ഗൂഗിൾ മാപ്പ് കാണിക്കുന്ന വഴിയെ കൂടെ പോകുന്നതായിരിക്കാം. പക്ഷേ ഒരു വണ്ടി പോലും പോകാത്ത വഴികളിലൂടെയൊക്കെ ഇവർ ഇറങ്ങി വരുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, ജീവിതം ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള ചിന്തയിൽ ഇങ്ങനെ ഒത്തിരിയധികം പണം മനുഷ്യൻ ചെലവാക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ആഘോഷാവസരങ്ങൾ എന്ന് ഞാൻ പറയത്തില്ല, നമ്മൾ മറ്റുള്ളവരെയൊക്കെ വിളിച്ച് സന്തോഷിപ്പിക്കുന്ന ചില അവസരങ്ങളൊക്കെ ഉണ്ട്. വിശുദ്ധ മാമോദീസായുടെ വിവാഹത്തിൻ്റെ അവസരങ്ങളൊക്കെ, ആ അവസരങ്ങളിലൊക്കെ മനുഷ്യൻ ഇന്ന് കാട്ടിക്കൂട്ടുന്ന പരിപാടികൾ. ഞാനിങ്ങനെ ഒരു കാര്യം ഓർക്കുകയാണ്. ഒരു വിവാഹത്തെക്കുറിച്ച് ഞാൻ പങ്കെടുത്ത ഒരു വിവാഹത്തെക്കുറിച്ച് ഓർക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് വിവാഹമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ വളരെ ആർഭാടപൂർവമായിട്ടാണ് കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്നത്. ആർഭാടപൂർവമായിട്ടാണ്. ഇപ്പോൾ പെണ്ണും ചെറുക്കനും കല്യാണമൊക്കെ കഴിഞ്ഞ് പാരിഷ് ഹാളിലേക്ക് ഈ ഭക്ഷണം കഴിക്കാനായിട്ട് വരുന്ന സന്ദർഭത്തിൽ, ഇപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കാണും, പ്രത്യേകിച്ച് ഈ ചെറുക്കനും പെണ്ണും വരുന്ന സന്ദർഭത്തിൽ ഇവരെ സ്വീകരിക്കാനായിട്ട് കുറച്ച് ആളുകൾ ഡാൻസ് കളിക്കും. ഞാൻ പങ്കെടുത്ത ഒരു കല്യാണത്തിന് ഡാൻസ് കളിക്കാനായിട്ട്, ഇപ്പോൾ ഇവിടെയൊക്കെ ആണെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന നമ്മുടെ കസിൻസിനെയൊക്കെ വിളിച്ചിട്ടാണ് ഡാൻസ് ചെയ്യിപ്പിക്കുന്നത്. ഞാൻ പങ്കെടുത്ത കല്യാണത്തിന് ഡാൻസ് കളിക്കാനായിട്ട് റഷ്യയിൽ നിന്ന് 10 സുന്ദരികളായിട്ടുള്ള പെൺകുട്ടികളെയാണ് കൊണ്ടുവന്നത്. റഷ്യയിൽ നിന്ന് 10 സുന്ദരികളായ പെൺകുട്ടികൾ.
അപ്പോൾ ഞാൻ ഇതേക്കുറിച്ചൊന്ന് മനസ്സിലാക്കി, ഞാൻ ഇതേക്കുറിച്ച് അവരോട് ചോദിച്ചു. അപ്പോൾ ഈ പെണ്ണിൻ്റെ ഈ ചെറുക്കൻ്റെ അപ്പൻ അവിടെ നിൽപ്പുണ്ട്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇതിനൊക്കെ എത്രയാ ചെലവ്? അപ്പം മനുഷ്യനോട് പറഞ്ഞു, ആളൊന്നിന് 1,00,000 രൂപയാണ്. ആളൊന്നിന് 1,00,000 രൂപ. 10 പേരാ കല്യാണത്തിന് ഡാൻസ് ചെയ്യാൻ വന്നിരിക്കുന്ന. 10,00,000 രൂപ ഡാൻസിന് വേണ്ടി. എന്നിട്ട് ആ മനുഷ്യൻ ആ ശാസ്ത്രത്തിൽ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, അത് മാത്രമല്ല ഭക്ഷണത്തിനും അതുപോലെ തന്നെ അക്കോമഡേഷനും ഒക്കെ വേറെയാണ് അച്ഛാന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കിക്കോ, ഒരു കല്യാണത്തിന് വേണ്ടി ഒരു മനുഷ്യൻ ചെലവാക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് പോട്ടെ, ഇനി ചെലവാക്കിക്കോട്ടെ, ജീവിതത്തിൽ ഒന്നല്ലേ കല്യാണമുള്ളൂ, അതൊക്കെ അങ്ങനെ ചെയ്തോട്ടെ. ഈ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞാൻ പള്ളിമുറിയിലേക്ക് വന്ന സന്ദർഭത്തിൽ ആ പള്ളിയിലെ വികാരി അച്ഛൻ താടിക്ക് കൈയും കൊടുത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കണ്ടു. അപ്പം ഞാൻ ഈ അച്ഛനോട് ചോദിച്ചു, എന്ത് പറ്റി? അപ്പോൾ ആ പള്ളിയുടെ ട്രസ്റ്റി വളരെ കഠിനമായ ഭാഷയിൽ എന്തോ പറഞ്ഞു വെച്ചിട്ട് ഇറങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടു. ഞാൻ അച്ഛനോട് ചോദിച്ചു, എന്നാ പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞൊരു മറുപടി ഉണ്ട്, എൻ്റെ അച്ഛ, ഞങ്ങൾക്കറിയത്തില്ല, ഇവിടെ എനിക്കറിയില്ല, ഞങ്ങളുടെ എവിടെയൊക്കെ വിവാഹം നടക്കുന്ന സന്ദർഭത്തിൽ ഈ പിതൃസ്വത്തവകാശം, അതായത് ഈ പെണ്ണിൻ്റെ ഭാഗത്ത് നിന്ന് ചെറുക്കൻ്റെ വീട്ടുകാർക്ക് കൊടുക്കുന്ന ആ പണത്തിൻ്റെ ഒരു വിഹിതം, അത് പള്ളിക്ക് കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. പസാരം എന്നാണ് ഞങ്ങളുടെ അവിടെ പറയുന്നത്. അങ്ങനെ ഒരു രീതിയുണ്ട്. ഇവിടെ പസാരമായിട്ട് ഈ പെണ്ണിൻ്റെ ഈ ചെറുക്കൻ്റെ വീട്ടുകാർ പള്ളിക്ക് കൊടുത്ത് എത്ര രൂപയെന്നറിയാമോ? 1000 രൂപ. എത്ര രൂപയാ? 1000 രൂപ. ഡാൻസ് കളിക്കാനായിട്ട് പ്രിയപ്പെട്ടവർ എത്ര ലക്ഷം രൂപ കൊടുത്തു? 10 ലക്ഷം രൂപ കൊടുത്തു. 10 ലക്ഷം രൂപ കൊടുത്തു. പ്രിയപ്പെട്ടവർ, ഇത് എത്ര ഗുരുതരമായ ഒരു തെറ്റാണെന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഒരു വിവാഹം എന്ന് പറയുന്ന ശുശ്രൂഷ, അത് ദേവാലയത്തിൽ വെച്ച് പുരോഹിതനാൽ ആശീർവദിക്കപ്പെട്ട് ഈ മക്കളുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് വിവാഹം എന്ന് പറയുന്ന ആ ശുശ്രൂഷ നടത്തപ്പെടുമ്പോൾ പറയുന്നൊരു വാക്ക് ഇങ്ങനെയുണ്ട്, കർത്താവായ യേശു മിശിഹായുടെ വലതുകരം നിങ്ങളോടുകൂടെ ഉണ്ടാകട്ടെ. ഇതാണ് പുരോഹിതൻ നൽകുന്ന ആശീർവാദം. അപ്പം ദൈവത്തിൻ്റെ കരം നിങ്ങളോടുകൂടെ ഉണ്ടാകട്ടെ എന്നുള്ള ആശീർവാദത്തോടുകൂടെ 2 പേരെ ദേവാലയത്തിൽ നിന്ന് തിരിച്ചയക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവർ ദേവാലയത്തിന് കൊടുക്കുക വെറും 1000 രൂപ. ഞാൻ പറഞ്ഞത് മനുഷ്യൻ ഇന്ന് ഓരോ കാര്യങ്ങളുടെ പേരിൽ നടത്തുന്ന ധൂർത്തിനെ കുറിച്ചാണ്. അതേപോലെ തന്നെ ഇന്ന് മനുഷ്യർക്കിടയിലുള്ള ഒരു രീതിയാണ് ടൂറ് പോകുന്നത്. പ്രത്യേകിച്ച് അത് ജോലിക്കാരിലാണ് കൂടുതലായിട്ട് കാണുന്നത്. 2 ദിവസം അവധി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഉള്ളൊരു ചിന്തയുണ്ട്, 3ാമതൊരു ദിവസം കൂടെ അവധി എടുക്കണം. പ്രത്യേകിച്ച് അത് ഗവൺമെൻറ് ജോലിക്കാർക്കൊക്കെ കാണുന്നത് കൂടുതൽ. 3ാമതൊരു ദിവസം കൂടെ അവധി എടുത്തേച്ചിട്ട് ടൂറിന് പോകും. പ്രിയപ്പെട്ടവർ, ടൂറിന് പോകേണ്ടതൊക്കെ നല്ല കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളതയും ഇഴയെടുപ്പവും ഒക്കെ നന്നാകാൻ തക്കവണ്ണം ഈ ടൂറ് പോകുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ ചിലയിടങ്ങളിലേക്കൊക്കെ ഒരു യാത്ര പോകാൻ നാം തയ്യാറാകണം. തിരുവനന്തപുരത്ത് RCC എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റൽ നിങ്ങൾക്കുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ക്യാൻസർ വാർഡ്, കൊച്ചു കുഞ്ഞുങ്ങളെ ചികിത്സിക്കുന്ന ക്യാൻസർ വാർഡുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ക്യാൻസർ വാർഡിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, 1.5 വയസ്സ് പ്രായമുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെയാണ് കീമോതെറാപ്പി ചെയ്യുന്നത്. 3 വയസ്സുള്ള കുഞ്ഞിൻ്റെ കൈയും കാലുമൊക്കെ മുറിച്ചിട്ടിരിക്കുന്ന 6 വയസ്സുകാരൻ വേദന കൊണ്ട് നിലവിളിക്കുന്ന നിലവിളിയുടെ ശബ്ദമൊക്കെ ഈ ആശുപത്രിയുടെ വരാന്തയിൽ കൂടെ ഒന്ന് നടന്നു പോകുമ്പോൾ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. ഒരിക്കലെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ വഴി കൂടെ ഒക്കെ ഒന്ന് പോകണം. എന്തിനാണെന്നറിയാമോ? തമ്പുരാൻ നിവർന്നു നിൽക്കുവാൻ, കൃത്യമായി കാണുവാൻ, കൃത്യമായി കേൾക്കുവാൻ, കൃത്യമായി ഗ്രഹിക്കുവാൻ നൽകിയിരിക്കുന്ന ഈ ഒരു വലിയ കൃപ, ഈ ഒരു ആരോഗ്യം, അത് വലിയൊരു അനുഗ്രഹമാണെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകുവാൻ ഇങ്ങനെയുള്ള ചില ഇടങ്ങളിലൂടെയൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടൊന്ന് പോകണം. ജീവിതം ആസ്വദിക്കാൻ മാത്രമല്ല പ്രിയപ്പെട്ടവരെ, പരിപരുത്ത യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ടുള്ള ഒരനുഭവമാണ് ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ കാര്യവും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ദൈവത്തെ മറന്ന് ഞാൻ നടത്തുന്ന ആർഭാടവും ധൂർത്തും സുഖലോലുപതയും ഒക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ചൈതന്യം കെട്ടുപോകുന്ന അനുഭവമാണെന്ന് മറന്നു പോകരുത്. 3ാമത് ഇന്ന് മനുഷ്യൻ്റെ ജീവിതത്തിൽ കാണുന്ന മറ്റൊരു വിഗ്രഹം എന്ന് പറയുന്നത് ശാസ്ത്രവും അതുപോലെ തന്നെ സാങ്കേതിക വിദ്യയുമാണ്. ദൈവത്തെക്കാൾ ഉപരിയായി ശാസ്ത്രത്തിനും സാങ്കേതിക വിദ്യയ്ക്കും പ്രാധാന്യം നൽകുന്ന ഒരു കാലം, എല്ലാത്തിൻ്റെയും അവസാനം ശാസ്ത്രമാണെന്ന് ചിന്തിക്കുന്നൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, വൈദ്യശാസ്ത്രം പരാജയപ്പെടുന്ന ഇടങ്ങളില്ലേ പ്രിയപ്പെട്ടവരെ? വൈദ്യശാസ്ത്രം പരാജയപ്പെടത്തില്ലേ? നമ്മുടെ പണം പരാജയപ്പെടുകയില്ലേ? നമ്മുടെ പ്രൊഫഷൻ പരാജയപ്പെടുകയില്ലേ? ഞാൻ ശുശ്രൂഷിക്കുന്ന ഒരു ദേവാലയത്തിലെ ഒരു ചെറുപ്പക്കാരൻ, പള്ളിയിലെ ഗായക സംഘത്തിലെ പാട്ടുകാരനാണ്. നന്നായി പാട്ടൊക്കെ പാടുന്നൊരു ചെറുപ്പക്കാരൻ. അവനോടൊരിക്കൽ ദൈവത്തെക്കുറിച്ചും ദൈവസ്നേഹത്തെക്കുറിച്ചുമൊക്കെ ഒന്ന് സംസാരിക്കാനായിട്ടിടയായപ്പോൾ
ഈ ചെറുപ്പക്കാരൻ ഒട്ടും താല്പര്യം കാണിക്കുന്നില്ല. എനിക്കത് പ്രത്യേകിച്ച് അവൻ്റെ മുഖഭാവത്തിൽ നിന്ന് മനസ്സിലായി. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എത്ര ആളുകൾ ഗൗരവമായിട്ട് ഈ കാര്യങ്ങളൊക്കെ സ്വീകരിക്കുന്നുണ്ട്, എത്ര ആളുകൾ ഇത് തള്ളിക്കളയുന്നുണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. കാരണം മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണ്. അപ്പം അതുകൊണ്ട് എനിക്കതറിയാം. എന്ന് പറഞ്ഞതുപോലെ ഈ ചെറുപ്പക്കാരനിൽ യാതൊരു താല്പര്യവുമില്ല ദൈവത്തെക്കുറിച്ച് പറഞ്ഞു വെച്ചിട്ട്. അപ്പം ഞാൻ വീണ്ടും അവനോട് ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ എന്നോട് പെട്ടെന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ അച്ഛാ ഈ ദൈവമൊന്നുമില്ല, എൻ്റെ അച്ഛാ ഈ ദൈവമൊന്നും ഇല്ല. ഇത് കേട്ടപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, പിന്നെ നീ എന്തിനാ ഈ പള്ളി വരുന്നേ? പള്ളി ഗായക സംഘത്തിൽ എല്ലാ ഞായറാഴ്ചയും രാവിലെ വന്ന് പാട്ട് പാടാൻ മൈക്കുമായിട്ട് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അവൻ പറഞ്ഞു, മറ്റുള്ളവരൊക്കെ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നൊരു സ്ഥലമാണ് പള്ളി. പ്രത്യേകിച്ച് അവിടെ പാട്ട് പാടാൻ ഈ മൈക്കുമായിട്ടൊക്കെ നിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ എല്ലാവരുടെയും ശ്രദ്ധ കിട്ടും. പലപ്പോഴും ഇന്ന് പലരും പള്ളി വരുന്നത്, നമ്മൾ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നത് മറ്റുള്ളവർ പള്ളിയിൽ പോയില്ലെങ്കിൽ എന്തു പറയുമെന്നുള്ള ചിന്തയോടുകൂടെയാണോ? പ്രിയപ്പെട്ടവരെ, ഒരു ദേവാലയത്തിൽ ഞാൻ വന്നതിന് ശേഷം എനിക്കുണ്ടാകേണ്ട രൂപാന്തരീകരണം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടോ? ഇന്ന് പലപ്പോഴും സംഭവിക്കുന്ന ഈ രൂപാന്തരീകരണം ഒന്നും ഉണ്ടാകുന്നില്ല. ശാസ്ത്രവും സാങ്കേതിക വിദ്യയുമാണ് ജീവിതമെന്ന് ചിന്തിച്ച്, അതുമാത്രമാണ് ജീവിതമെന്ന് ചിന്തിച്ച് ജീവിക്കുന്ന ധാരാളം കുഞ്ഞുങ്ങളുടെ കാലം. ഞങ്ങളുടെ കോട്ടയം ഭദ്രാസനത്തിലെ ഒരു ദേവാലയത്തിൽ പള്ളിയിലെ പ്രധാന ശുശ്രൂഷകൻ്റെ ഒരു കുഞ്ഞ്, ഏക മകനാണ് പ്രിയപ്പെട്ടവർ. ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസം 14 നമുക്കറിയാം ദിവസത്തിൻ്റെ പ്രത്യേകത, വാലന്റൈൻസ് ഡേ. ആ വാലന്റൈൻസ് ഡേയിൽ അവനൊരു പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്തു. ആ പെൺകുട്ടി ആ പ്രപ്പോസൽ നിരസിച്ചു. അതിൻ്റെ പേരിൽ ആ ചെറുപ്പക്കാരൻ തൻ്റെ ജീവൻ ഒടുക്കി. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, മാതാപിതാക്കളുടെ ഏക മകൻ ചെയ്ത ക്രൂരതയാണ് ഞാൻ പറഞ്ഞത്. ഈ ശാസ്ത്രവും സാങ്കേതികവിദ്യയും മൊബൈൽ ഫോണും ഒക്കെയാണ് ജീവിതമെന്ന് ചിന്തിച്ച് ജീവിക്കുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് സംഭവിക്കുന്ന അപജയത്തെക്കുറിച്ച്, പരാജയത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ശാസ്ത്രമാണ്, സാങ്കേതിക വിദ്യയാണ് ദൈവത്തെക്കാൾ വലുതെന്നുള്ള ചിന്ത മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ചൈതന്യത്തെ എല്ലാം നഷ്ടപ്പെടുത്തും. അതേപോലെ തന്നെ ഇന്ന് മനുഷ്യനിൽ കാണുന്നൊരു ചിന്തയാണ് ഞാൻ എന്ന ചിന്ത. ഞാൻ, എനിക്ക്, എൻ്റേത് എന്നുള്ള ചിന്തയോടുകൂടെ ജീവിക്കുന്ന എത്ര ആളുകൾ ഇന്ന് നമുക്കിടയിലുണ്ട്? ധാരാളം ആളുകൾ ഇന്ന് നമുക്കിടയിലുണ്ട്. ഞാനെന്ന ചിന്ത എൻ്റെ ദൈവചൈതന്യത്തെ കെടുത്തിക്കളയുന്ന അനുഭവമാണ്. അതുകൊണ്ട് കാലങ്ങളേറെ കഴിഞ്ഞിട്ടും ടോൾസ്റ്റോയുടെ ഒരു കഥയുണ്ട്, ഹൗ മച്ച് ലാൻഡ് ഡസ് എ മാൻ നീഡ്, ഹൗ മച്ച് ലാൻഡ് ഡസ് എ മാൻ നീഡ്. ഈ കഥയുടെ പശ്ചാത്തലമൊക്കെ നിങ്ങൾക്കറിയാം. ഒരു ദരിദ്രനായ ഒരു മനുഷ്യൻ ധനവാനായ ഒരു മനുഷ്യൻ്റെ അടുക്ക ചെന്നേച്ചിട്ട് പറഞ്ഞു, പ്രഭോ, എനിക്ക് സ്വന്തമായിട്ടൊരു അല്പസ്ഥലം പോലും ഇല്ല, ഒരു അല്പസ്ഥലം എനിക്ക് തരാനായിട്ട് തിരുവുള്ളമാകണം. ആ ധനവാനായ മനുഷ്യൻ പറഞ്ഞു, നീ എന്തിനാ അല്പമാക്കുന്നേ? നീ ഒരു കാര്യം ചെയ്യ്, നാളെ രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ മുതൽ നീ നടക്കാൻ തുടങ്ങണം. നീ നടന്ന് പിന്നിടുന്നത് മുഴുവൻ നിനക്ക് സ്വന്തമാണ്. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നീ തിരികെ വരണം. അവൻ ഓക്കെ പറഞ്ഞു, പോയി. പിറ്റേ ദിവസം രാവിലെ ആ മനുഷ്യൻ നടക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ആ നടത്തം കുറച്ച് നേരം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം എന്തായിട്ട് മാറും, അത് ഓട്ടമായിട്ട് മാറും. അങ്ങനെ ഓടാൻ തുടങ്ങി. വൈകുന്നേരം സൂര്യൻ അസ്തമിക്കാറായപ്പോഴേക്കും മനുഷ്യൻ നടന്ന് പിന്നിടാവുന്നതിൽ അപ്പുറമായിട്ടുള്ളൊരു ദൂരം പിന്നിട്ടു. അപ്പോഴാണ് ഒരു വാക്ക് ഓർത്തത്, യജമാനനോട് ഞാനൊരു വാക്ക് പറഞ്ഞിരുന്നു, തിരികെ വന്ന് റിപ്പോർട്ട് ചെയ്യും. തിരിച്ച് നടക്കാൻ തുടങ്ങി. നടന്നാൽ വല്ലതും പിന്നിടുന്ന ദൂരമാണോ ഇവൻ ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നത്? ഓടാൻ തുടങ്ങി. ഓടി 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 ആ മനുഷ്യൻ സൂര്യൻ അസ്തമിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഈ യജമാനൻ്റെ അടുക്കലേക്ക് എത്തുന്നുണ്ട്. എത്തിവെച്ചിട്ട്, പ്രഭോ, ഞാൻ ഇത്രമാത്രം സ്ഥലം മുഴുമിപ്പിക്കാൻ പറ്റിയില്ല. യജമാനൻ്റെ മുമ്പിൽ ആ മനുഷ്യൻ വിറച്ച് വീഴുകയായിരുന്നു, മരിച്ചുപോയി. ടോൾസ്റ്റോയ് കഥ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ഹൗ മച്ച് ലാൻഡ് ഡസ് എ മാൻ നീഡ്? എത്ര വേണം? എത്ര വേണം? എത്രയാണ് നമുക്ക് സ്വന്തമായിട്ടുള്ള സ്ഥലം? നമുക്ക് അവസാനമായിട്ട് സ്വന്തമായിട്ട് കിട്ടുന്ന എത്ര സ്ഥലമാണ്? ഏക്കർ കണക്കിന് സ്ഥലമായിട്ടാണ് നമ്മൾ പോകുന്നത്. എത്ര സ്ഥലമാണ്? 6 അടി മണ്ണ് മാത്രമേ പ്രിയപ്പെട്ടവരെ നമുക്ക് സ്വന്തമായിട്ട് കിട്ടത്തുള്ളൂ. 6 അടി മണ്ണ് മാത്രമേ നമുക്ക് സ്വന്തമായിട്ട് കിട്ടത്തുള്ളൂ. എന്നിട്ടാണ്
ഞാനും നിങ്ങളുമൊക്കെ പലപ്പോഴും ഈ കയ്യാലയുടെ, ഞങ്ങളുടെ ഇവിടെ പറയുന്ന ഭാഷയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. തൃശ്ശൂർ അല്പം വ്യത്യാസമുള്ളതുകൊണ്ട് എനിക്കറിയില്ല. ഈ കയ്യാല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ കിട്ടുന്ന കയ്യാലയുടെ കല്ലിൻ്റെ മുഖം അങ്ങോട്ടിരിക്കുന്നു, ആ തൊണ്ടിൻ്റെ പകുതി, തൊണ്ടെന്ന് പറഞ്ഞാൽ ഈ അതിൻ്റെ പകുതി എൻ്റെ ആണെന്നൊക്കെ പറഞ്ഞു പോയി ഈ വാശി പിടിക്കുന്നേ. പ്രിയപ്പെട്ടവർ, ഓർക്കേണ്ട ഒരു വചനമുണ്ട്, ഏത് മനുഷ്യന് ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം അത്രേ. ഏത് മനുഷ്യന് ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം അത്രേ. ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ, നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശ്വാസം അകത്തേക്ക് എടുക്കുന്നുണ്ട്, ശ്വാസം പുറത്തേക്ക് വിടുന്നുണ്ട്. ഈ പുറത്തേക്ക് വിട്ട ശ്വാസം വീണ്ടും അകത്തേക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതിപ്പോൾ അച്ഛനാണേലും കൊള്ളാം, ആൾക്കാരാണേലും കൊള്ളാം, ആരാണെങ്കിലും പിന്നെ എന്നാ മരിച്ചു പോവും. പിന്നെ നമുക്ക് ഈ പേരൊന്നുമില്ല. നാളെ വൈകുന്നേരം ഈ സമയമാവുമ്പോൾ ഫോണിൽ വിളിച്ച ആൾക്കാർ ചോദിക്കുക എപ്പോഴാ ശവം കൊണ്ടുവരുന്നേ അല്ലേ? പിന്നെ നമ്മുടെ പേരും അഡ്രസ്സും ഒക്കെ പറഞ്ഞിട്ടാണോ ചോദിക്കുന്നത്? എന്താ, എപ്പോഴാ ശവം കൊണ്ടുവരുന്നേ? ഈ ശ്വാസം എൻ്റെ ഉള്ളിൽ ഉള്ളപ്പോൾ മാത്രമേ പ്രിയപ്പെട്ടവർ എനിക്ക് ഈ പേരുള്ളൂ, എനിക്ക് ഈ ഐഡൻറ്റിറ്റി ഉള്ളൂ. അതിനുശേഷം പ്രിയപ്പെട്ടവരെ ഞാൻ വെറും ശവമാണ്. അവിടെയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ മനസ്സിലാക്കേണ്ടത്. ഞാൻ എന്ന ചിന്തയോടുകൂടെ ജീവിക്കുമ്പോൾ ഓർക്കണമേ, ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ചൈതന്യത്തെ എല്ലാം കെടുത്തിക്കളയുകയാണ്. അടുത്തതായി മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ചൈതന്യം കെട്ടുപോകുന്ന മറ്റൊരു മേഖല, വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ ആരെങ്കിലും? വിശുദ്ധ മർക്കോസ് 4:21. വിശുദ്ധ മർക്കോസ് 4:21. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലോ കട്ടിൻ കീഴിലോ വെക്കാറുണ്ടോ? പിന്നെ അവൻ അവരോട് പറഞ്ഞത്, വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലോ, എവിടെ വെക്കുന്ന കാര്യം പറഞ്ഞേ? കട്ടിലിന്റെ കീഴിലോ വെക്കാറുണ്ടോ? ആദ്യത്തെ വേദഭാഗത്ത് നാം കേട്ടു വിളക്ക് കത്തിച്ച് എവിടെ വെക്കുന്ന കാര്യമാണ് പറഞ്ഞേ? പറയിൻ കീഴിലോ, കട്ടിലിന്റെ കീഴിലോ. ആദ്യം പറഞ്ഞത് പറയിൻ കീഴിലോ, നിലവറയ്ക്കകത്തോ. ഇവിടെ പറയുകയാണ് പറയിൻ കീഴിലോ കട്ടിലിന്റെ കീഴിലോ വെക്കാറുണ്ടോ? നമുക്കറിയാം, ഈ കട്ടിലെന്ന് പറഞ്ഞാൽ എന്താ? അത് യഥാർത്ഥത്തിൽ അലസതയുടെ ഒരു അടയാളമാണ്. സിംബൽ ഓഫ് ലേസിനെസ്, അലസതയുടെ ഒരു അടയാളമാണ്. പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാരൊക്കെ കുഞ്ഞുങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, കട്ടിലേക്ക് കിടന്ന്. എന്നാ പറയുന്നത്? കട്ടിലേക്ക് കിടന്ന് പറയാറുണ്ട്. എന്താ പറയാറുണ്ടേ? ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് പോയപ്പോൾ ഒരു കൊച്ച് അവനവൻ്റെ നിഷ്കളങ്കതയിലാകട്ടോ മറുപടി പറഞ്ഞത്. കൊച്ചു കുഞ്ഞുങ്ങളാണ് എപ്പോഴും നിഷ്കളങ്കതയെ മറുപടി പറയുന്നത്. അപ്പോൾ ഞാനിങ്ങനെ അവനോട് ചോദിച്ചു, കട്ടിലേക്ക് കിടന്ന്. ഞാനിപ്പോൾ മറുപടി ചോദിച്ചപ്പോൾ ഈ പ്രായമായ ആളുകളൊന്നും മറുപടി പറയത്തില്ല, കൊച്ചു കുഞ്ഞുങ്ങളെ മറുപടി പറയത്തുള്ളൂ. അപ്പോൾ ആ കൊച്ച് പെട്ടെന്ന് അവൻ്റെ അമ്മ അവനോട് പറയുന്നൊരു കാര്യം വിളിച്ചു പറഞ്ഞു, കട്ടിലേക്ക് കിടന്ന് മൂത്രം ഒഴിക്കരുത്. അവൻ്റെ അമ്മ അവനോട് പറയുന്നതാണ്. പക്ഷെ വിദ്യാർത്ഥികളായിട്ടുള്ള മക്കളുള്ള അമ്മമാരൊക്കെ മക്കളോട് പറയുന്നൊരു കാര്യമുണ്ട്. എന്നതാ പറയുന്നത്? കട്ടിലേക്ക് കിടന്ന് പഠിക്കരുത്. കാരണം കട്ടിലേക്ക് കിടന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് അലസതയുടെ ഒരു അടയാളമാണ്. കാരണം നിനക്ക് ലഭിച്ചിരിക്കുന്ന ഈ വിളക്കെന്ന് പറയുന്നത് നിനക്ക് ലഭിച്ചിരിക്കുന്ന താലന്താണ്. നിനക്ക് ലഭിച്ചിരിക്കുന്ന താലന്താ. അതിനെ നീ കൊണ്ടുപോയി കട്ടിലിൻ്റെ കീഴെ കൊണ്ടുപോയി വെക്കരുത്. നാം താലന്തിൻ്റെ ഉപമ വിശുദ്ധ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ദൂരദേശത്തേക്ക് പോയ ഒരു യജമാനൻ തൻ്റെ സമ്പത്ത് നാനാവിധമായി പോകാതിരിപ്പാൻ തക്കവണ്ണം തൻ്റെ ദാസന്മാരെ വിളിച്ചു. എന്നിട്ട് വിളിച്ചേച്ചിട്ട് ഓരോരുത്തർക്കും അവനവൻ്റെ പ്രാപ്തിക്ക് തക്കവണ്ണം ആ സമ്പത്ത് വിഭജിച്ചു കൊടുത്തു. ഒരുത്തന് എത്ര താലന്താ കൊടുത്തേ? 5 താലന്ത് കൊടുത്തു. വേറൊരുത്തന് എത്ര കൊടുത്തു? 2 കൊടുത്തു. വേറൊരുത്തന് 1 കൊടുത്തു. 5 ലഭിച്ചവൻ എന്ത് ചെയ്തു? 5 കൂടെ സമ്പാദിച്ചു. 2 ലഭിച്ചവൻ 2 കൂടെ സമ്പാദിച്ചു. 1 ലഭിച്ചവൻ എന്ത് ചെയ്തു? അത് കുഴിച്ചിട്ടു. 5 ലഭിച്ചവൻ 5 സമ്പാദിച്ചപ്പോൾ യജമാനൻ അവനോട് പറഞ്ഞു, എന്താ പറഞ്ഞേ? ഉത്തമനും വിശ്വസ്തനുമായ ദാസ. 2 താലന്ത് ലഭിച്ചവൻ 2 കൂടെ സമ്പാദിച്ചപ്പോൾ
അവനോടും യജമാനൻ പറഞ്ഞു, എന്താ പറഞ്ഞേ? ഉത്തമനും വിശ്വസ്തനുമായ ദാസ. ഡിഗ്രി ഒന്നും കുറച്ചില്ല. എന്നാൽ ഒന്ന് ലഭിച്ചവൻ കുഴിച്ചിട്ടു. ആ കുഴിച്ചിട്ടവനോട് പറഞ്ഞൊരു വാക്കുണ്ട്, ദുഷ്ടദാസ. മാത്രമല്ല, ആ വചനം ഇങ്ങനെ രേഖപ്പെടുത്തുന്നേ, അവനെ പുറത്തെ അന്ധകാരത്തിലേക്ക് തള്ളിയിട്ടു. അവനെ പുറത്തെ അന്ധകാരത്തിലേക്ക് തള്ളിയിട്ടു. അതായത് തൻ്റെ സമ്പത്തിനെ ശരിയായി വ്യാപാരം ചെയ്യാത്ത മനുഷ്യനെ തമ്പുരാൻ എങ്ങോട്ട് തള്ളിയിട്ടു? അന്ധകാരത്തിലേക്ക് തള്ളിയിട്ടു. അതായത് അലസത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇരുട്ടാണ്, അന്ധകാരമാണ്. അതുകൊണ്ടാണ് പറയുന്നത് അലസൻ്റെ മനസ്സെന്ന് പറയുന്നത് പിശാചിൻ്റെ പണിപ്പുരയാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയം പ്രിയപ്പെട്ടവരെ ക്രിയാത്മകമായിട്ട് വിനിയോഗിക്കണം. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഭൂമി പാഴും ശൂന്യവുമായിരുന്നു, ആഴത്തിന് മീതെ ഇരുൾ പരന്നിരുന്നു. എവിടെ പാഴും ശൂന്യവുമായ അവസ്ഥകളുണ്ടോ അവിടെ ഇരുൾ പരക്കും, ഒരു സംശയവുമില്ല. ഈ വലിയ നോമ്പിന് മുന്നോടിയായിട്ട് പ്രത്യേകിച്ച് സുറിയാനി സഭയുടെ ഒരു നോമ്പാണ് 3 നോമ്പ്. അത് നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പാണല്ലേ 3 നോമ്പ്. ആ 3 നോമ്പിൻ്റെ ദിവസങ്ങളിൽ നാം യോന എന്ന് പറയുന്ന ഒരു പ്രവാചകനെ കുറിച്ച് ധ്യാനിക്കുന്നുണ്ട്. യോന പ്രവാചകന്റെ ജീവിതത്തിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ അലസതയുടെ അനുഭവമാണ്. അവനോട് ദൈവം പറഞ്ഞു, നീ പുറപ്പെട്ട് മഹാനഗരമായ നിനിവയിലേക്ക് പോകണം, അതിന് വിരോധമായിട്ട് പ്രസംഗിക്കണം. അവൻ നിനിവയ്ക്ക് പോയില്ല, അവൻ തർശീശിലേക്ക് പോയി. എന്നുവെച്ചിട്ട് ആ തർശീശിലേക്കുള്ള യാത്രക്കിടയിൽ ഇതാ കടൽ വളരെയധികം ശോഭിക്കുന്നു, കപ്പൽ ഛേദം ഉണ്ടാകാനായിട്ട് പോകുന്നു. അവൻ അപ്പോൾ എന്ത് ചെയ്യുകയായിരുന്നു? കപ്പലിൻ്റെ അടിത്തട്ടിൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. അവൻ ഉറങ്ങുമ്പോൾ ആളുകൾ അവൻ്റെ അടുക്ക വരുന്നുണ്ട്. അവനെ വിളിച്ചു, എടാ നമ്മൾ നശിക്കാൻ പോവുകയാണ്, നീ നിൻ്റെ ദൈവത്തെ വിളിച്ച് നിലവിളിക്ക്. അവനപ്പോൾ എഴുന്നേറ്റ് പറഞ്ഞു, ഞാനാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം കാരണക്കാരൻ. നിങ്ങളൊരു കാര്യം ചെയ്യും, എന്നെ എടുത്ത് കടലിലെറിയും. അങ്ങനെ കടലിലെറിഞ്ഞു. അവനെ വിഴുങ്ങുവാൻ തക്കവണ്ണം യഹോവയാം ദൈവം കൽപ്പിച്ചാക്കി ഒരു മത്സ്യം വന്നു. മത്സ്യം അവനെ വിഴുങ്ങി. എത്ര ദിവസം മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നു? 3 ദിവസം. മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടക്കുമ്പോൾ യോനയുടെ അവസ്ഥ എന്താ? അവൻ വെളിച്ചത്തിൻ്റെ അനുഭവത്തിലാണോ ഇരുട്ടിൻ്റെ അനുഭവത്തിലാണോ? ഇരുട്ടിൻ്റെ അനുഭവത്തിലാണ്. 3 ദിവസവും മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടക്കുമ്പോൾ ഇരുട്ടിൻ്റെ അനുഭവത്തിലാണ്. അത് കഴിഞ്ഞ് 3-ാം ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് മനസ്സിലായേ ഇനി ഇങ്ങനെ മുമ്പോട്ട് പോയിട്ടൊന്നും കാര്യമില്ല. ദൈവത്തിൻ്റെ വിളിയോട് ക്രിയാത്മകമായിട്ട് പ്രതികരിക്കണം, ഇല്ലെങ്കിൽ തൻ്റെ ജീവിതം എന്നും ഇരുട്ടിലായി പോകും. ഇനിയൊരു ജീവിതം തനിക്ക് ഉണ്ടാവുകയില്ല. ഈ ബോധ്യം ഉണ്ടായപ്പോൾ അവൻ, പ്രിയപ്പെട്ടവരെ, അവൻ്റെ മനസ്സിൽ അബോധ്യം ഉണ്ടായപ്പോൾ മത്സ്യം അവനെ നിനിവയുടെ തീരത്ത് കൊണ്ടുപോയി ഛർദ്ദിച്ചിട്ടു. പ്രിയപ്പെട്ടവരെ, യോന പ്രവാചകൻ നമുക്ക് നൽകുന്നൊരു സന്ദേശമുണ്ട്. ദൈവത്തിൻ്റെ വിളി എനിക്കും നിങ്ങൾക്കും ഒക്കെ ഉണ്ട്. ഓരോ വിളികൾ നമുക്ക് ദൈവം നൽകിയിട്ടുണ്ട്. ആ വിളിയോട് ക്രിയാത്മകമായിട്ട് പ്രതികരിക്കാൻ നമുക്ക് സാധിക്കണം. അതിനനുസരിച്ച് ജീവിതത്തിൽ മുൻപോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. എന്നെ ആകർഷിച്ച ഒരു സംഭവമുണ്ട്. പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ്. എൻ്റെ ആൾ ദൈവങ്ങൾക്ക് എന്നുള്ള പേരിൽ കൊല്ലം ജില്ലക്കാരിയായ ഒരു പെൺകുട്ടി എഴുതിയ ഒരു കുറിപ്പ്. എൻ്റെ ആൾ ദൈവങ്ങൾക്ക്. കൊല്ലം ജില്ലക്കാരിയായ ബിന്ദു സുനിൽകുമാർ എന്നാണ് അവിടെ പേര്. സ്വീഡനിലെ അതിപ്രശസ്തമായ ലൂൺ സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിയ പെൺകുട്ടിയാണ് ഈ ബിന്ദു സുനിൽകുമാർ. അവള് ഈ വലിയ സ്ഥാനം തനിക്ക് കൈവരിക്കുവാൻ തക്കവണ്ണം തന്നെ സഹായിച്ച ആളുകളായിട്ടുള്ള ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എഴുതുന്നൊരു കുറിപ്പാണ് എൻ്റെ ആൾ ദൈവങ്ങൾക്ക്. ആ കുറിപ്പിൽ ആദ്യമായി അവൾ നന്ദി പറയുന്നത് അവളുടെ അമ്മയ്ക്കാണ്. അവൾ പറയുകയാണ്, നന്നേ ചെറുപ്പത്തിൽ പിതാവിനെ നഷ്ടപ്പെട്ട എനിക്ക് എൻ്റെ വിദ്യാഭ്യാസത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിർവഹിച്ചു തന്നത് എൻ്റെ പ്രിയപ്പെട്ട അമ്മയാണ്. വീടിൻ്റെ തൊട്ടടുത്തുള്ള വീടുകളിലൊക്കെ പോയി വീട്ടുപണി ചെയ്താണ് എൻ്റെ അമ്മ എൻ്റെ വിദ്യാഭ്യാസത്തിന് ആവശ്യമായ പണം കണ്ടെത്തി നൽകിയത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട അമ്മ എനിക്ക് ആൾ ദൈവമാണ്, അവർക്ക് നന്ദി. രണ്ടാമത് ആ പെൺകുട്ടി നന്ദി പറയുന്നത് അവളുടെ വീടിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന സ്വർണ്ണലത എന്ന് പറയുന്ന ഒരു സഹോദരിക്ക. അവൾ പറയുകയാണ്, ആ പ്രിയപ്പെട്ട സഹോദരി, എനിക്ക് പഠിക്കാനായിട്ട് പുസ്തകമില്ല, എനിക്ക് ധരിക്കാനായിട്ട് വസ്ത്രങ്ങളില്ല. ഇതൊന്നുമില്ലാതിരുന്ന കാലഘട്ടത്തിൽ സ്വന്തം മകളെ പോലെ എന്നെ കണ്ട് എനിക്ക് പഠിക്കാൻ ആവശ്യമായ പുസ്തകങ്ങൾ മേടിച്ചു തന്നു, എനിക്ക് ധരിക്കാൻ ആവശ്യമായിട്ടുള്ള വസ്ത്രങ്ങൾ മേടിച്ചു തന്നു. അതുകൊണ്ട് ആ പ്രിയപ്പെട്ട സഹോദരി എനിക്കൊരു ആൾ ദൈവമാണ്, അവർക്ക് നന്ദി. മൂന്നാമത് അവൾ നന്ദി പറയുന്നത് അവളുടെ ട്യൂഷൻ ക്ലാസ്സിലെ അധ്യാപകനാണ്.
പെൺകുട്ടി പറയുകയാണ്, ട്യൂഷൻ ക്ലാസ്സിലെ വിദ്യാർത്ഥികളൊക്കെ ഫീസ് കൊടുക്കാത്തപ്പോൾ സാധാരണ അധ്യാപകരൊക്കെ ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഫീസ് കൊടുക്കാത്ത പിള്ളേരുടെ പേര് വിളിച്ചു പറയും, എഴുന്നേൽപ്പിച്ച് നിർത്തും. ഈ പെൺകുട്ടി പറയുകയാണ്, ഒരിക്കൽ പോലും എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകൻ എൻ്റെ പേര് വിളിച്ചു പറഞ്ഞിട്ടില്ല, ഒരിക്കൽ പോലും മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പരിഹാസപാത്രമാക്കുവാൻ എന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ടില്ല. അതുകൊണ്ട് ആ പ്രിയപ്പെട്ട അധ്യാപകൻ എനിക്കൊരു ആൾ ദൈവമാണ്, അദ്ദേഹത്തിന് നന്ദി. അങ്ങനെ ആർക്കൊക്കെ നന്ദി പറയാനുണ്ടോ അവർക്കെല്ലാം ആ പെൺകുട്ടി നന്ദി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണ് നനയിക്കുന്ന ചില അനുഭവങ്ങൾ അതിനകത്ത് പങ്കുവെക്കുന്നുണ്ട്. ഒരു ദിവസം ഈ പെൺകുട്ടിയുടെ പഠനം വലിയ ബുദ്ധിമുട്ടായ ഒരു സാഹചര്യത്തിൽ അവൾക്ക് ലഭിക്കുന്ന ജോലി, പ്രിയപ്പെട്ടവരെ, ടാറിങ് ജോലിയാണ്. നമുക്കറിയാം, ടാറിങ് ജോലി എന്ന് പറയുന്ന ഏറ്റവും ശ്രമകരമായ ഒരു ജോലിയാണ്. ടാർ ചെയ്യുന്ന വഴിയിലൂടെ ഒരു വാഹനത്തിൽ പോകാൻ പോലും ഞാനും നിങ്ങളും ഇഷ്ടപ്പെടാറില്ല. ഈ വൺ ലൈൻ ട്രാഫിക്കായിട്ട് ടാർ ചെയ്യുമ്പോൾ ഒരു ശനിയാഴ്ച ദിവസമാണ് ഈ പെൺകുട്ടി ഒരു വശത്ത് നിന്ന് ടാർ ചെയ്യുക. ഇവൾ ടാർ ചെയ്യുമ്പോൾ മറുവശത്തൂടെ ഇവരുടെ സുഹൃത്തുക്കളുടെ മാതാപിതാക്കളും അവധി ദിവസം ആഘോഷിക്കുവാനായിട്ട് മറുവശത്തൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. ഈ കാഴ്ച കാണുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ സ്ഥാനത്ത് എന്നെ ഒന്ന് ഞാനൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, എനിക്കുണ്ടാകാവുന്ന മാനഹാനി എത്ര വലുതായിരിക്കും. പെൺകുട്ടി പറയുകയാണ്, എൻ്റെ സുഹൃത്തുക്കൾ എന്നെ കണ്ടപ്പോൾ അവർ മുഖം തിരിച്ചുപോയി. അവർ മുഖം തിരിച്ചുപോയെന്ന് മറ്റൊന്നും കൊണ്ടല്ല, ഒരു പക്ഷേ ഞാൻ അവരെ കണ്ടാൽ എനിക്കുണ്ടായേക്കാവുന്ന മാനഹാനി ഭയന്നാണ് അവർ മുഖം തിരിച്ചു പോയത്. ആ പെൺകുട്ടി പറയുക, ഞാൻ ഏറെ അഭിമാനത്തോടു കൂടിയാണ് ആ ജോലി ചെയ്തത്. ഏത് ജോലിക്കും അതിൻ്റെതായ മാന്യതയുണ്ടെന്നുള്ള തികഞ്ഞ ബോധ്യത്തിലാണ് ഞാൻ ആ കാര്യം നിർവഹിച്ചതെന്ന് ആ പെൺകുട്ടി പറയുകയാണ്. ഒരിക്കൽ അവൾക്ക് ലഭിച്ച ജോലി, പ്രിയപ്പെട്ട, ചാണകം ചുമക്കുന്ന ജോലിയാണ്. ആരോ പറഞ്ഞു, വീടിൻ്റെ അടുത്തുള്ള ഒരു വീട്, ആ വീടിൻ്റെ പുറകുവശത്തെ ചാണകക്കുഴിയിൽ നിന്ന് ചാണകം കോരിയെടുത്ത് ചെമ്പുചട്ടിയിൽ അത് വീടിൻ്റെ മുൻവശത്തുള്ള മരങ്ങളിലൊക്കെ ചൂട്ടിക്കൊണ്ടിട്ടാൽ പൈസ കിട്ടുമെന്ന് ആരോ പറഞ്ഞു. അങ്ങനെ ആ ജോലിക്കായിട്ട് ഈ പെൺകുട്ടി ആ വീട്ടിലേക്ക് ചെന്നു. ചാണകമൊക്കെ ചെമ്പുചട്ടിയിൽ കോരിയെടുത്ത് തലേ ചുമന്നുകൊണ്ട് ഈ പെൺകുട്ടി വീടിൻ്റെ മുൻവശത്തോട്ട് വരികയാണ്. മുൻവശത്തേക്ക് വരുമ്പോഴാണ് ആ വീടിൻ്റെ ഗൃഹനാഥനെ കാണുന്നത്. തന്നെ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകനായ ജോൺസൺ സാറിൻ്റെ വീടാണ്. തൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി, ക്ലാസ്സിലെ ഏറ്റവും സമർത്ഥയായ പെൺകുട്ടി ഈ ചാണകക്കൊട്ടയുമായിട്ട്, ഈ ചാണക ചെമ്പുചട്ടിയുമായിട്ട് വീടിൻ്റെ മുൻവശത്തേക്ക് വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, അധ്യാപകൻ അന്താളിച്ചു പോകുന്നുണ്ട്. ആ പെൺകുട്ടി കുറേ നേരം അധ്യാപകൻ്റെ മുഖത്തിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ നോക്കി നിന്ന് കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി കരയാനായിട്ട് തുടങ്ങി. അധ്യാപകൻ ആ ചെമ്പുചട്ടിയൊക്കെ താഴെ പിടിച്ചു വെച്ചേച്ചിട്ട് അവളെ വീടിൻ്റെ കോലായിൽ പിടിച്ചിരുത്തി ആശ്വസിപ്പിച്ച് അവളോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒന്ന് ചിന്തിക്കണം. നമുക്കൊക്കെ ലഭിച്ചിരിക്കുന്ന സാഹചര്യങ്ങൾ എത്രമാത്രം ഭേദപ്പെട്ട സാഹചര്യമാണ്. ഇതിലുമൊക്കെ എത്രയോ നല്ല സാഹചര്യങ്ങളാണ് നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ പ്രിയപ്പെട്ടവരും നമുക്കൊരുക്കി തന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ കുറവായതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എത്രമാത്രം അത് ഇവിടെ പ്രസക്തമാകുമെന്ന് എനിക്കറിയില്ല. പ്രിയപ്പെട്ടവരെ, ഒന്ന് ചിന്തിച്ചു നോക്കി, എത്ര മാത്രം പ്രസക്തമായ ഒരു കാര്യമാണ് പെൺകുട്ടി ഓർമ്മപ്പെടും. എത്ര ഭേദപ്പെട്ട സാഹചര്യമാണ് നമുക്കൊക്കെ ലഭിച്ചിരിക്കുന്നത്. അതിനെ അലസമായിട്ട് ഒരിക്കലും നാം നഷ്ടപ്പെടുത്തരുത്. സമയം ഒരിക്കലും പ്രിയപ്പെട്ടവരെ തിരിച്ചു വരില്ല. ഇവിടെ ഇരിക്കുന്ന പ്രായമായ പലരും നടത്തിയിട്ടുള്ള ഒരു ആത്മകഥം ഞാൻ പറയാം. നമ്മളോടൊപ്പം പഠിച്ച ചില ആളുകളെ ഏറെക്കാലങ്ങൾക്ക് ശേഷം കണ്ടു കഴിയുമ്പോൾ നാം ഒക്കെ നടത്താറുള്ളൊരു ആത്മകഥമുണ്ട്. തമ്പുരാനെ, എനിക്ക് ലഭിച്ച സമയം കുറച്ചുകൂടിയൊക്കെ നന്നായിട്ട് ഉപയോഗിക്കായിരുന്നെങ്കിൽ ഞാൻ ഇവനേക്കാൾ ഞാൻ ഇവളേക്കാൾ എത്രയോ ഭേദപ്പെട്ട അവസ്ഥയിലെത്തുമായിരുന്നു. ഇത് പറയാത്ത ആരെങ്കിലും ഉണ്ടോ? നമുക്ക് ലഭിച്ച അവസരം ശരിയായിട്ട് വിനിയോഗിച്ചാൽ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ഇങ്ങനെയൊരു ആത്മകഥ നടത്തേണ്ട ഗതികേട് നമുക്കുണ്ടാകില്ല. അതുകൊണ്ട് ലഭിക്കുന്ന സമയം, ലഭിക്കുന്ന അവസരം അത് ക്രിയാത്മകമായിട്ട് വിനിയോഗിക്കണം. അലസമായിട്ട് നാം നമ്മുടെ സമയം ചെലവഴിക്കുമ്പോൾ തമ്പുരാൻ നൽകിയ ആ കൃപ നാം നഷ്ടപ്പെടുത്തുകയാണ്. നമുക്ക് ലഭിച്ച വെളിച്ചം നമുക്ക് നഷ്ടമായി പോവുകയാണ്. മറ്റൊരു മേഖല കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിച്ചുകൊള്ളാം. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ചൈതന്യം കെട്ടുപോകുന്ന മറ്റൊരു മേഖല, റോമാലേഖനം 13-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം. റോമാലേഖനം 13-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദയായി നടക്കുക.
പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദയായി നടക്കുക. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, പകൽ സമയം എന്നുള്ളത് നമ്മുടെ പരസ്യ ജീവിതമാണ്. നമ്മുടെ പരസ്യ ജീവിതം എന്നതുപോലെ തന്നെയാകണം നമ്മുടെ രഹസ്യ ജീവിതവും. ഇന്ന് നമുക്കറിയാം, സ്വകാര്യത ഒത്തിരി ഏറിയിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. പ്രൈവസി പോളിസിക്ക് വലിയ പ്രാധാന്യമുള്ളൊരു കാലം. അത് മനസ്സിലാകണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിൽ ഒരു ആപ്ലിക്കേഷനുണ്ട്, വാട്സാപ്പ്. ഈ വാട്സാപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആദ്യകാലങ്ങളിൽ അത് പുറത്തിറങ്ങിയപ്പോൾ ഒരു മനുഷ്യൻ അത് എത്ര സമയം ഉപയോഗിക്കുന്നു, അതൊരു മനുഷ്യൻ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ളത് മറ്റുള്ളവർക്ക് അറിയാം. പക്ഷെ ഇന്ന് ആ സംവിധാനമൊക്കെ മാറി. ഒരു മനുഷ്യൻ അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റുമോ? അറിയാൻ പറ്റില്ല. അതൊരു മനുഷ്യൻ എത്ര നേരം ഉപയോഗിക്കുന്നുണ്ട് അറിയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് സ്വകാര്യതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ ഈ ടെക്നോളജി പോലും വരുത്തുവാൻ ഓരോരോ ആളുകൾ നിർബന്ധിതരായിത്തീരുന്നത്. സ്വകാര്യതയ്ക്ക് വലിയ പ്രാധാന്യമുള്ള ഒരു കാലം. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളൊക്കെ വളരെ നല്ല ആളുകളാണ്, മാന്യന്മാരാണ്. പ്രിയപ്പെട്ടവരെ, എന്നാൽ എൻ്റെ സ്വകാര്യ ജീവിതത്തിൽ ഞാൻ എപ്രകാരമുള്ള ഒരു മനുഷ്യനാണ്? മറ്റുള്ളവരുടെ മുമ്പിൽ മിന്നിത്തിളങ്ങി നിൽക്കാനായിട്ട് എനിക്കും നിങ്ങൾക്കും ഒക്കെ സാധിക്കും. പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ഈ നോമ്പുകാലം എന്ന് പറയുന്ന, പ്രിയപ്പെട്ടവരെ, എൻ്റെ സ്വകാര്യ ജീവിതത്തിലെ വീഴ്ചകളെക്കുറിച്ച്, എൻ്റെ സ്വകാര്യ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള പാപങ്ങളെക്കുറിച്ച് ഏറ്റുപറയുവാൻ, ദൈവസന്നിധിയിൽ നിലവിളിക്കുവാൻ, ദൈവത്തോട് അടുത്തു വരുവാൻ തക്കവണ്ണം ലഭിച്ചിരിക്കുന്ന ഒരു സന്ദർഭമാണ്. പ്രത്യേകിച്ച് നാം ഈ ചില ദേവാലയങ്ങൾ, പ്രത്യേകിച്ച് സുറിയാനി സഭയുടെ ദേവാലയങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഈ ചില ആളുകൾ വിശുദ്ധന്മാരുടെയൊക്കെ ചിത്രങ്ങളുടെയൊക്കെ പിന്നിൽ ഒരിങ്ങനെ ഒരു പ്രഭാവലയം, അതേക്കുറിച്ച് പറയുന്ന ഹാലോ എന്നാണ് പറയുന്നത് കേട്ടോ. ഹാലോ, പ്രഭാവലയം മാമോദീസായിലൂടെ ലഭിച്ചു. ആ മാമോദീസായിൽ ലഭിച്ച പ്രകാശം അവരൊക്കെ അവരുടെ ജീവിതം കൊണ്ട് അതിനെ പ്രകാശിപ്പിച്ചാണ് പ്രഭാവലയം നേടിയെടുത്തത്. ഇത് നേടിയെടുക്കാനുള്ള ഒരു അനുഭവമാണ് ഈ നോമ്പിൻ്റെ കാലം. നമുക്കും ഇത് നേടിയെടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ പിതാക്കന്മാർക്കൊക്കെ ഇത് നേടിയെടുക്കാനായിട്ട് സാധിച്ചു. സുറിയാനി സഭയുടെ ആ വലിയ പാരമ്പര്യം പേർന്ന സഭയാകുന്നുവല്ലോ നമ്മളെല്ലാം. സുറിയാനി സഭയുടെ നോമ്പിൻ്റെ നമസ്കാരത്തിലെ ഒരു 4 വരി ഞാനൊന്ന് പാടുവാൻ ആഗ്രഹിക്കുക. നോമ്പിൻ്റെ നമസ്കാരത്തിലെ ഒരു 4 വരിയാണ്. നോമ്പാൽ നമ്മുടെ പിതാക്കന്മാർക്ക് ലഭിച്ച അനുഗ്രഹത്തെക്കുറിച്ച് പറയുന്ന ഒരു ഗീതം. അവിടെ ഇങ്ങനെയാ പാടുന്നേ: നോമ്പാൽ ശോഭിതനായി മോശ ഏലിയാനിബിവാനേറി, നോമ്പേറ്റതിനാൽ പൈതങ്ങൾ ചൂളത്തിയില്ലാതാക്കി. നോമ്പാൽ മോശ ശോഭിതനായി തീർന്നു. ഏലിയാ നബി സ്വർഗത്തിലേക്ക് കരേറ്റപ്പെട്ടു. നോമ്പിനാൽ ആ പൈതങ്ങൾ തീച്ചൂളയുടെ ശക്തിയെ ഇല്ലാതാക്കി തീർത്തു. ഈ നോമ്പിന്റെ ദിവസങ്ങളിലെ ശുശ്രൂഷകളിലൂടെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട മാറ്റം ഇതാണ്. നോമ്പ് വഴി എൻ്റെ ജീവിതത്തിൽ എന്ത് പ്രകാശമാണ് ഉണ്ടാകുന്നത്? നോമ്പ് വഴി എൻ്റെ ജീവിതത്തിൽ എന്ത് പ്രകാശമാണ് ഉണ്ടാകുന്നത്? ഓരോരുത്തരും ശാന്തമായി ചിന്തിക്കണം. മറ്റുള്ളവരുടെ മുമ്പിൽ പ്രഭവിതർ നിൽക്കുന്ന എൻ്റെ രഹസ്യ ജീവിതം എപ്രകാരമുള്ളൊരു ജീവിതമാണ്? പ്രത്യേകിച്ച് ഇന്ന് പറയുന്നത് ഈ ക്രിമിനൽ നേച്ചർ വല്ലാതെ വർദ്ധിച്ചു വരുന്നൊരു കാലമാണിത്. ഇന്ന് ഒരുപക്ഷെ പുരുഷന്മാരെക്കാൾ കൂടുതൽ ക്രിമിനൽ നേച്ചർ സ്ത്രീകളിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ കുറേ കാലങ്ങളിലെ കേരളത്തെ പിടിച്ചു കുലുക്കിയ ചില കൊലപാതകങ്ങളിലൊക്കെ പിന്നാമ്പുറങ്ങളിലെ സൂത്രധാരകൾ എന്ന് പറയുന്ന ചില സ്ത്രീകളാണെന്നുള്ളത് നമ്മെ വളരെയധികം വിസ്മയിപ്പിക്കുന്ന, അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. സ്ത്രീകൾക്ക് പ്രയാസം ഉണ്ടാകരുത്. ഞാൻ പറഞ്ഞത് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മക്കളുടെ കാര്യങ്ങൾ. പ്രത്യേകിച്ച് ഞാൻ ഈ കോട്ടയം ഭദ്രാസനത്തിൽ ഞങ്ങൾക്ക് ഈ പെൺകുട്ടികൾക്ക് വേണ്ടി പ്രത്യേകമായിട്ടൊരു സംഘടനയുണ്ട്. ആ സംഘടനയുടെ ഒരു ചുമതലക്കാരൻ കൂടെയാണ് ഞാൻ. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകിച്ച് ആ മേഖലകളിലൊക്കെ പെൺകുട്ടികൾക്കൊക്കെ ചില ഗൈഡൻസ് ഒക്കെ കൊടുക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ആ മേഖലകളിലൊക്കെ പല കാര്യങ്ങളെക്കുറിച്ച് അറിയാം. പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് ഈ മംഗളം ദിനപത്രത്തിൽ ഒരു ഫീച്ചർ ഉണ്ടായിരുന്നു. കണ്ണ് കാണാത്ത പ്രണയവും കണ്ണ് കിട്ടിയ നിധിയും. ഇന്ന് നമുക്ക് നഷ്ടമായി പോകുന്ന പെൺകുട്ടികളെ കുറിച്ച് പറയുന്ന ഒരു ഫീച്ചറായിരുന്നു അത്.
പ്രത്യേകിച്ച് അതിൽ പല പെൺകുട്ടികളെ കുറിച്ചും പറയുന്നുണ്ട്. ഒരേ ഒരു സംഭവം മാത്രമൊന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. മാതാപിതാക്കളുടെ ഏകമകൾ കോളേജ് വിദ്യാർത്ഥി, രാവിലെ അവൾ കോളേജിലേക്ക് പോയി, വൈകുന്നേരം വരുന്ന സമയമായിട്ടും മടങ്ങി വന്നില്ല. ഗത്യന്തരമില്ലാതെ മാതാപിതാക്കൾ ഏറ്റവും ഒടുവിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. പ്രഭാതമായപ്പോഴേക്കും പോലീസുകാർ ഒരു ചെറുപ്പക്കാരനോടുകൂടെ ഈ പെൺകുട്ടിയെ കണ്ടെത്തി പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി. പോലീസ് പറഞ്ഞു, പോലീസ് സ്റ്റേഷനിൽ നിന്ന് അങ്ങനെ കൈമാറാൻ പറ്റില്ല, കോടതിയിൽ ഹാജരാക്കണം. അങ്ങനെ കോടതിയിൽ പെൺകുട്ടിയെ ഹാജരാക്കി. ഒരു വശത്ത് ഈ ആ പെൺകുട്ടി ആരോടൊപ്പം ഇറങ്ങിപ്പോയോ ആ ചെറുപ്പക്കാരൻ നിൽക്കുന്നു, മറുവശത്ത് ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ. കോടതിയുടെ ഈ കേസ് ആരംഭിക്കുമ്പോൾ മുതൽ ഈ പെൺകുട്ടിയുടെ അമ്മ വലിയ വായിൽ ഇന്ന് നിലവിളിക്കുന്നുണ്ട്, എൻ്റെ പൊന്നുമോളെ നിനക്ക് തെറ്റിപ്പോയി, എന്നാലും സാരമില്ല, നീ ഒന്ന് തിരിച്ചു വന്നാൽ മതി. ഇത് ഈ അമ്മ കോടതി ആരംഭിക്കുമ്പോൾ മുതൽ പറയുന്നുണ്ട്. പല കേസുകൾ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ കേസ് ഏറ്റവും ഒടുവിലത്തെ കേസ്. അപ്പോൾ ജഡ്ജി ഇടയ്ക്ക് ഈ സ്ത്രീയോട് മിണ്ടാതിരിക്കാനൊക്കെ പറയുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ പെൺകുട്ടിയുടെ കേസെടുത്ത സമയത്ത് സാധാരണ നമുക്കറിയാം കോടതിയുടെ ഭാഷ എന്ന് പറയുന്നത് ടെക്നിക്കലായിട്ടുള്ള ഭാഷയാണ്. അവിടെ മറ്റ് ഭാഷകളൊന്നുമില്ല. അല്പം കൂടെ സൗഹാർദ്ദപരമായിട്ടുള്ള സംസാരം, ടെക്നിക്കലായിട്ട് മാത്രമേ സംസാരിക്കുകയുള്ളൂ. പക്ഷെ അന്ന് കോടതി പരിഗണിച്ച ഈ ജഡ്ജി, കേസ് പരിഗണിച്ച ജഡ്ജി, അദ്ദേഹം ഒരു പിതാവാണ്. പ്രത്യേകിച്ച് അതിൽ പറയുന്നുണ്ട്, ഒരു പിതാവാണ്. ആ പെൺകുട്ടിയെ വൈകാരികമായിട്ട് കീഴടക്കാൻ തക്കവണ്ണം ഈ ജഡ്ജി ഇങ്ങനെ ഒരു വാക്ക് ആ പെൺകുട്ടിയോട് ചോദിച്ചു, മോളെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇന്നലെ വരെ നിനക്ക് കരുതലായി കാവലായി നിന്ന ഈ അമ്മയപ്പന്മാരുടെ കൂടെ പോണോ, അതോ ഇന്നലെ കണ്ട ഇവന്റെ കൂടെ പോണോ? ഇന്നലെ വരെ നിനക്ക് കരുതലായി കാവലായി നിന്ന ഈ അമ്മയപ്പന്മാരുടെ കൂടെ പോണോ, അതോ ഇന്നലെ കണ്ട ഇവന്റെ കൂടെ പോണോ? ഈ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോൾ കുറേ സമയം അവൾ നിശബ്ദമായി. ഒരു നിശബ്ദതയ്ക്ക് ശേഷം അവൾ ഇങ്ങനെ പറഞ്ഞു, ഇന്നലെ കണ്ടവന്റെ കൂടെ പോയാൽ മതി. പ്രിയപ്പെട്ടവരെ, കോടതി മുറിയിൽ നിന്ന് അമ്മയുടെ നിലവിളി വരുന്നുണ്ട്. വായിക്കുന്ന ഓരോ വായനക്കാരന്റെ ചെവിയിലും ആ അമ്മയുടെ നിലവിളി മുഴങ്ങും. അത്രമാത്രം ഉറച്ച ശബ്ദത്തിൽ അമ്മ നിലവിളിച്ചു. എന്തുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ അമ്മയുടെയും അപ്പൻ്റെയും കഷ്ടതകളും പ്രയാസങ്ങളും ഒന്നും മനസ്സിലാക്കാതെ പോകുന്നത്? അത് പ്രിയപ്പെട്ടവരെ, ഈ ജഡീകമായ ഈ സൗന്ദര്യത്തിന്, നശിച്ചു പോകുന്ന ഈ സൗന്ദര്യത്തിനൊക്കെ മറ്റ് പലതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണ്. പ്രത്യേകിച്ച് ഇന്ന് നമുക്ക് വളരെയധികം ശ്രദ്ധയോടുകൂടെ ഓരോ അമ്മമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ അമ്മമാരൊക്കെ, പെൺമക്കളുള്ള അമ്മമാരെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ പെൺകുട്ടികളുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് നിങ്ങളായിരിക്കണം. നിങ്ങളെക്കാൾ കവിഞ്ഞ് മറ്റൊരു ബെസ്റ്റ് ഫ്രണ്ടും നിങ്ങളുടെ മക്കൾക്ക് ആവശ്യമില്ല. മറ്റൊരു ബെസ്റ്റ് ഫ്രണ്ടിനെ ജീവിതത്തിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടം, പ്രിയപ്പെട്ടവരെ ഞാൻ പറയട്ടെ, കാൽ ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നുണ്ട്, ഓർത്തോണം. നമ്മുടെ പെൺമക്കളുടെ ബെസ്റ്റ് ഫ്രണ്ട് അമ്മയും അപ്പനുമായിട്ട് മാറണം. അത് കഴിഞ്ഞുള്ള ബെസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ മതി. ഇന്ന് പലപ്പോഴും സംഭവിക്കുന്നത്, ഈ വിശുദ്ധ വേദപുസ്തകവുമായിട്ടുള്ള ബന്ധം അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കില്ല. അത് കൊടുക്കുവാൻ മാതാപിതാക്കൾക്ക് പലപ്പോഴും സാധിക്കുന്നില്ല. +2 ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പിള്ളേരെല്ലാം പോവുകയാണ് ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക്. അപ്പനില്ല, അമ്മയില്ല, സഹോദരങ്ങളില്ല, പ്രിയപ്പെട്ടവരില്ല, അറിയാവുന്ന ആരുമില്ലാത്ത ഇടങ്ങളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പോവുകയാണ്. അങ്ങനെ കുഞ്ഞുങ്ങൾ പോകുമ്പോൾ പ്രിയപ്പെട്ടവർ, ഈ വിശുദ്ധ വേദപുസ്തകത്തിലെ ചില ജീവിതങ്ങൾ അവർക്ക് വലിയ മാതൃകയായി അവരോടൊപ്പം ഉണ്ടാകണം. ഞാൻ പറയും, എല്ലാ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട ഒരു ജീവിതമാണ് പഴയ നിയമത്തിലെ ജോസഫ്. പഴയ നിയമത്തിലെ ജോസഫ്, ആ മനുഷ്യൻ്റെ ജീവിതം നമുക്കറിയാം. അവൻ മിസ്രൈമിലെത്തുന്നു. പൊത്തിഫറിൻ്റെ ഭവനത്തിൽ ആ രാജാവ് കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനമുള്ള വ്യക്തിയായിട്ട് വിരാജിക്കുകയാണ്. അപ്പോൾ പൊത്തിഫറിൻ്റെ ഭാര്യ ഈ ചെറുപ്പക്കാരനിൽ ആകൃഷ്ടയായിട്ട് തീരുന്നുണ്ട്. ഒരു പാപം ചെയ്യാനായിട്ട് അവനെ നിർബന്ധിക്കുന്നുണ്ട്. ആ പാപം ചെയ്യാൻ അവനെ നിർബന്ധിക്കുമ്പോൾ അവൻ പറയുന്നൊരു വചനമുണ്ട്, ഉൽപ്പത്തി 39:9. അത് നിങ്ങൾ വായിക്കണം, വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. അതിന് ഇംഗ്ലീഷ് പരിഭാഷ കുറച്ചുകൂടെ ഗൗരവമായിട്ട് എത്രമാത്രം ആ മനുഷ്യൻ അതിനെ കാണുന്നു എന്ന് പറയുന്നുണ്ട്. അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഹൗ ക്യാൻ ഐ ഡു സച്ച് എ ഗ്രേറ്റ് വിക്കറ്റ്നസ് സിൻ അഗെയിൻസ്റ്റ് മൈ ഗോഡ്. ഇത്രമാത്രം അധമമായ ഒരു പാപം എനിക്ക് എൻ്റെ ദൈവത്തോട് എങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും? പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ ഈ വാക്ക് പറയുന്ന സാഹചര്യം നാം ഒന്ന് മനസ്സിലാക്കണം. കൂട്ടത്തിൽ അവൻ്റെ അപ്പനില്ല, കൂട്ടത്തിൽ അവൻ്റെ അമ്മയില്ല,
സഹോദരങ്ങളില്ല, പ്രിയപ്പെട്ടവരില്ല, യജമാനനില്ല. താനൊരു തെറ്റ് ചെയ്താൽ ഈ ലോകത്തിലെ ഒരു മനുഷ്യൻ പോലും അറിയാൻ പോകുന്നില്ല. പക്ഷേ ആരെയൊക്കെ മറച്ചെന്ന് പറഞ്ഞാലും എനിക്ക് എൻ്റെ ദൈവത്തെ മറയ്ക്കാൻ സാധിക്കുകയില്ലെന്നുള്ള ഉറച്ച ബോധ്യം അവനുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ പറഞ്ഞു, ഇത്രമാത്രം അധമമായ പാപം എനിക്കെൻ്റെ ദൈവത്തോട് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. മൈഗ്രേഷൻ്റെ സാഹചര്യവും ഇതിന് സമാനമാണ്, ഓർത്തോണം. കാരണം അപ്പനും അമ്മയും പ്രിയപ്പെട്ടവരും ഒന്നുമില്ലാത്ത ഒരു ലോകത്തേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ അയക്കപ്പെടുമ്പോൾ അവിടെ ക്രിസ്തീയ ധാർമ്മികതയിലൂന്നിയ ഒരു ജീവിത ശൈലി എൻ്റെ കുഞ്ഞ് അനുവർത്തിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവർ ഈ വേദപുസ്തകത്തിലെ മിഴിവാർന്ന ലാവണ്യമുള്ള ജീവിതങ്ങളാകണം അവരുടെ റോൾ മോഡൽസ്. റോൾ മോഡൽ എന്നൊക്കെ ഉള്ള പേരിലുള്ള സിനിമകളൊക്കെ ഇന്ന് ധാരാളമായിട്ട് ഇറങ്ങുന്നുണ്ട്. അതിലെ കഥാപാത്രങ്ങളല്ല, ഈ വേദപുസ്തകത്തിലെ നല്ല കഥാപാത്രങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയണം. അങ്ങനെ പതിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹീതരായി തീരും. അവർക്ക് ലഭിച്ച വെളിച്ചമൊന്നും ഒരിക്കലും നഷ്ടമായി പോവുകയില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. ഇന്ന് രാത്രി നാം ചിന്തിച്ച വേദഭാഗം എനിക്ക് അനുവദിച്ച സമയം അവസാനിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് 11:35 അവിടെ നാം ഇങ്ങനെ വായിച്ചു, ആകയാൽ നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിപ്പാനായിട്ട് സൂക്ഷിക്കണം. എൻ്റെ വെളിച്ചം നഷ്ടമായി പോകുന്ന ചില അനുഭവങ്ങൾ, ഞാൻ ഭൗതികതയിൽ ഊന്നിയൊരു ജീവിതം നയിക്കുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ ചൈതന്യം നഷ്ടമായി പോകും. ആർഭാടവും ധൂർത്തും സുഖലോലുപതയുമുള്ളൊരു ജീവിതമാണ് ഞാൻ നയിക്കുന്നതെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ വെളിച്ചം നഷ്ടമായി പോകും. ശാസ്ത്രത്തോടും സാങ്കേതിക വിദ്യയോടും ഞാനെന്ന ചിന്തയോടുമൊക്കെ വലിയ സ്നേഹം പുലർത്തുന്നൊരു വ്യക്തിയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ ചൈതന്യം നഷ്ടപ്പെട്ടു പോകും. അലസത അതെൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ എൻ്റെ ചൈതന്യം നഷ്ടമായി പോകും. ജഡീക ആസക്തികൾ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഈ മേഖലകളിൽ ഏതെങ്കിലും മേഖലകളുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം അത് തിരുത്തപ്പെടാൻ തക്കവണ്ണം ഇടയാകണം. തീർച്ചയായിട്ടും നമ്മുടെ ഈ കൺവെൻഷൻ്റെ അനുഗ്രഹീതമായ ദിവസങ്ങളിലെ കൂടിവരവ് നമ്മെ കൂടുതൽ പ്രോജ്വലിപ്പിക്കുവാൻ തക്കവണ്ണം, നമ്മെ കൂടുതൽ പ്രകാശിതരായി തീരുവാൻ തക്കവണ്ണം ഇടയാക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ അനുഗ്രഹീതമായ കൂടിവരവിൽ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ തക്കവണ്ണം എന്നെ ഇടയാക്കിയ ദൈവത്തെ വളരെ വളരെ നന്ദിയോടുകൂടെ ഞാൻ മഹത്വപ്പെടുത്തുകയാണ്. എന്നെ ആയുധത്തിലേക്കായിട്ട് ക്ഷണിച്ച പ്രത്യേകിച്ച് അഭിവന്യ ഔഗേൻ തിരുമേനിയുടെ സാന്നിധ്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. സുറിയാനി യാക്കോബായ സുറിയാനി സഭയുടെ സെമിനാരിയിൽ അഭിവന്യ തിരുമനസ്സുകൊണ്ട് 1 വർഷക്കാലം പഠനം നടത്തിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ പഠിച്ച സെമിനാരിയിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് അഭിവന്യ തിരുമനസ്. അതുപോലെ തന്നെ ഇവിടെയുള്ള വൈദികരിൽ പ്രിയപ്പെട്ട സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട അച്ഛനുൾപ്പെടെയുള്ള വൈദികരൊക്കെ അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. പ്രത്യേകിച്ച് അവരോടൊപ്പം ഒക്കെ ആയിരിക്കാൻ തക്കവണ്ണം പ്രത്യേകിച്ച് ഈ കൺവെൻഷൻ്റെ ചുമതല നിർവഹിക്കുന്ന പ്രിയപ്പെട്ട അച്ഛനെയും സിജോ അച്ഛനെയും പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിൽ ഓർക്കുന്നു. ഇടവകയുടെ ഈ ദേവാലയത്തിന് സഹവികാരിയായിരിക്കുന്ന പ്രിയപ്പെട്ട തിമോത്തി അച്ഛനെയും പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിൽ ഓർക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദി സ്നേഹവും പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിൽ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. എൻ്റെ പേര് സോബിൻ എന്നാണ്. ഞാൻ 2017 വൈദിക സെമിനാരിയിൽ നിന്ന് പഠനം പൂർത്തിയാക്കി ഇപ്പോൾ കോട്ടയം ഭദ്രാസനത്തിലെ കുറിച്ചി സെൻറ് മേരീസ് പള്ളിയിൽ ശുശ്രൂഷ അനുഷ്ഠിച്ചു വരുന്നു. പ്രാർത്ഥനയിൽ ഏറെ ബലഹീനനായ എന്നെ ഓർക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.